വെൽക്കം ടു Exampoint. Hope all are fine. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണമെന്ന് ടീച്ചർ വിചാരിക്കുന്നു. നമുക്ക് ട്യൂസ്ഡേ നമ്മുടെ +2ൻ്റെ എക്കണോമിക്സ് എക്സാം ആണ് അല്ലേ? എല്ലാവരും അതിൻ്റെ ഫൈനൽ സ്റ്റേജസ് ഓഫ് പ്രിപ്പറേഷൻസിലൊക്കെ എത്തിക്കാണുമെന്ന് അറിയാം ടീച്ചർക്ക്. എല്ലാവരും ചിലപ്പോൾ കണ്ടന്റുകളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവാം, ക്വസ്റ്റ്യൻസ് നോക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ടാവാം അല്ലേ? അല്ലെങ്കിൽ ഈ 2 ദിവസം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കണവരുണ്ടാവാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ടീച്ചർ നിങ്ങളുടെ കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ 2 ദിവസം ഉണ്ട് കേട്ടോ. ടീച്ചർ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കഴിഞ്ഞ ഒരു 5-6 ഇയേഴ്സ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫൈൻ. അപ്പം നമുക്കറിയാം, ഇപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻ്റർമീഡിയറ്റ് ഗുഡ് എന്നൊരു ടോപ്പിക്കാണ് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ എപ്പോഴും സെയിം ആയിരിക്കും. പക്ഷെ ക്വസ്റ്റ്യൻസ് എപ്പോഴും എന്തായിരിക്കും, വേറെ രീതിയിലൊക്കെ ചോദിക്കുക അല്ലേ? അപ്പോൾ ചിലപ്പോൾ അത് കൺഫ്യൂസിങ് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ 2024 നമ്മളിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും നോക്കണം എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ടീച്ചർ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണേ നിങ്ങൾക്ക് മുമ്പിൽ. ഫൈൻ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് കണ്ടന്റുകൾ പറഞ്ഞു പോകാനുള്ള സമയവും ഇല്ല, നിങ്ങൾക്കും ഇല്ല അല്ലേ? സമയവും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മേജർ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി പോവാം. അതിൽ തന്നെ നമുക്ക് കണ്ടന്റുകൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. അപ്പം ഇങ്ങനെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഏതെങ്കിലും ഏരിയ പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിരുന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? നിങ്ങൾക്കറിയാം, നമുക്ക് 80 മാർക്കിനാണ് നമ്മുടെ എക്സാം വരുന്നത്. 2.5 hours ആണ് നമ്മുടെ എക്സാം അല്ലേ? ഇതിൽ 15 minutes നമുക്ക് കൂൾ ഓഫ് ടൈം ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 15 മിനിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യേണ്ട സമയമാണ്. അല്ലാതെ ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ അപ്പുറത്ത് ഇപ്പുറത്ത് നോക്കിയിരിക്കേണ്ട സമയമല്ല കേട്ടോ. ഈ 15 മിനിറ്റും നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് തറോ ആയിട്ട് വായിക്കുക. ഫൈൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വായിക്കേണ്ട രീതി മിസ് പറഞ്ഞുതരാം. വെറുതെ വായിച്ചു പോവരുത്. നമുക്ക് 33 ക്വസ്റ്റ്യൻസിൻ്റെ അടുത്താണ് ക്വസ്റ്റ്യൻസ് വരിക അല്ലേ? നമ്മുടെ പ്രീവിയസ് കഴിഞ്ഞ മോഡൽ പ്രകാരം നമുക്ക് 33 ചോദ്യമാണ് ഉണ്ടാവുക, ഓർ ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടെ. അപ്പോൾ ഈ 33 ചോദ്യങ്ങളും നിങ്ങൾ വായിച്ചിട്ട് യു ആർ ഷുവർ എന്ന് വിചാരിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടിക്ക് ചെയ്യാം. പ്ലീസ് മേക്ക് ഷുവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു രീതിയിലുള്ള ആൻസേഴ്സും നിങ്ങൾ എഴുതരുത്. കാരണം നമ്മുടെ ഇൻവിജിലേറ്ററും അതിന് സമ്മതിക്കില്ല. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് മേക്ക് ഷുവർ ചെയ്യുക, നിങ്ങൾക്ക് ഈ കോൺഫിഡൻസ് ആണ് ഈ ക്വസ്റ്റ്യനിലുണ്ട് എന്നുള്ളതിൽ നിങ്ങൾ ടിക്ക് ചെയ്ത് പോവാം. ആൻഡ് ലിറ്റിൽ മച്ച് കോൺഫിഡൻറ്റ്. ഓക്കെ, എനിക്കറിയാം, ഒന്നും കൂടെ എനിക്ക് നോക്കിയാൽ അറിയാം എന്നുള്ളത് ജസ്റ്റ് ഒരു ഇൻറ്റു ഇട്ട് വയ്ക്കുക. അപ്പം നിങ്ങൾക്ക് പിന്നെ ആ ക്വസ്റ്റ്യൻസ് മാത്രം ഫോക്കസ് ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് ഒട്ടും അറിയില്ല, പ്രോബ്ലം ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ലാസ്റ്റ് നിങ്ങൾ ടോട്ടൽ ഇത്ര എണ്ണം എഴുതണം എന്നുള്ളത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഇൻറ്റു ഇട്ടതും ടിക്ക് ഇട്ടതും മാത്രം മതിയാവും. ഫൈൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സും നാളത്തെ ക്ലാസ്സും ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിനാണ് ടീച്ചർ ഇന്ന് നിങ്ങളുടെ കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. The book General Theory of Employment, Interest and Money was written by. ടീച്ചർ 1 word കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, 1 മാർക്ക് മതി A+ കിട്ടാനും പോവാനും അല്ലേ? നമ്മൾ കൺസെപ്റ്റ് ഒക്കെ നമുക്ക് നന്നായി അറിയുമായിരിക്കും, പക്ഷേ ടു ദ പോയിന്റ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്കത് തെറ്റും. ഇതാണ് ഒബ്വിയസ്ലി നമുക്ക് നടക്കുന്നത് അല്ലേ? 179 ആണ് നമുക്ക് ടോട്ടൽ മാർക്കെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമവും. കാരണം 180 കിട്ടിയ എന്താണ്, A+ ആണ് അല്ലേ 200-ൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ A+ പോവും. അപ്പോൾ 1 വേർഡിന് കൂടുതൽ എന്ത് ചെയ്യുക, സ്ട്രെസ് കൊടുക്കുക. കാരണം വേറൊന്നുമല്ല, 1 വേർഡിലെ ഓപ്ഷൻസ് മിക്കതും ഒരേപോലെ ആയിരിക്കും. നമുക്ക് കൺഫ്യൂസിങ് ആക്കുന്ന ഓപ്ഷൻസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ 1 വേർഡ് ചെയ്യുമ്പോൾ 2 പ്രാവശ്യം വായിക്കുക. ഫൈൻ. നോക്കിക്കോളൂ. The General Theory of Employment, Interest and Money was written by. The General Theory of Interest and Income എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം the question is from Macroeconomics അല്ലേ? Macroeconomicsൽ നിന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒബ്വിയസ്ലി ഹൂ ഈസ് ദ ഫാദർ ഓഫ് Macroeconomics? യെസ്, ദാറ്റ് ഈസ് ജോൺ മേനാർഡ് കെയ്ൻസ് ആണ് അല്ലേ? JM കെയ്ൻസ് ആണ് മാക്രോഇക്കണോമിക്സിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. ആൻഡ് 1936 ഇദ്ദേഹം ഒരു ബുക്ക് ഇറക്കി
അല്ലെ 1936 ആഫ്റ്റർ ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഇദ്ദേഹം ഇറക്കിയ ബുക്കിന്റെ പേരെന്തായിരുന്നു? ദാറ്റ് ഈസ് ദ തിയറി, ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. സോ നമുക്ക് തന്ന ഓപ്ഷൻ ഏതൊക്കെയാണ്? ആഡം സ്മിത്ത് ഉണ്ട്, ആൽഫ്രഡ് മാർഷൽ ഉണ്ട്, and Keynes and David Ricardo. We know that the Adam Smith, Marshall and Ricardo are related to microeconomics, and the only person which is related to macroeconomics is J.M. Keynes, and the option is John Maynard Keynes. Okay, option C ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇതിൽ ടീച്ചർ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് കെയ്ൻസ് ആണ് നമ്മൾ ഫാദർ ഓഫ് മാക്രോ ഇക്കണോമിക്സ് എന്നറിയപ്പെടുന്നത്. സോ അതൊരു 1 വേർഡ് ആയിട്ട് ചോദിക്കാം. ഇദ്ദേഹം എഴുതിയ ബുക്ക് എപ്പോഴാണ്? 1936 എക്കണോമിക്സ്, മാക്രോ ഇക്കണോമിക്സിന്റെ തുടക്കം എന്ന് നമ്മൾ പറയുന്നത് ഈ ബുക്ക് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ. ഫൈൻ. ദെൻ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രോഫിറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡാഷ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലാഭം അല്ലേ? ഏതോ 2 സാധനങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഫൈൻ. ഒരു കമ്പനിക്ക് ലാഭം ഉണ്ടാവുന്നത് എപ്പോഴാണ്? യെസ്, ചെലവിനേക്കാൾ കൂടുതൽ വരവാകുമ്പോൾ അല്ലേ? അപ്പോൾ ടീച്ചർ ഒരു സോപ്പ് കമ്പനി തുടങ്ങി കേട്ടോ. ടീച്ചർ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ടീച്ചർ ഒരു സോപ്പ് കമ്പനി തുടങ്ങി. ഒരു സോപ്പിന് 5 രൂപ. ഒരു സോപ്പിന് എത്ര രൂപയാണ്? 5 രൂപയാണ്. ഈ 5 രൂപയുടെ സോപ്പ് ടീച്ചർ 100 എണ്ണം വിറ്റു. ഓക്കെ, 5 രൂപയുടെ സോപ്പ് ടീച്ചർ 100 എണ്ണം വിറ്റു. അപ്പൊ ടീച്ചറിന് 500 രൂപ ടീച്ചർക്ക് കിട്ടി അല്ലേ? ഈ 500 രൂപ ടീച്ചറുടെ എന്താണ്? ടോട്ടൽ റവന്യൂ ആണ്, മൊത്ത വരുമാനമാണ് അല്ലേ? ഒരു സോപ്പിന് 5 രൂപ വീതം 100 സോപ്പ്. ഒരു സോപ്പ് ഉണ്ടാക്കാൻ ടീച്ചർക്ക് 3 രൂപയാണ് വേണ്ടി വന്നത്. ഓക്കെ, ഒരു സോപ്പ് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് എത്രയാണ്? 3 രൂപ. അപ്പൊ 3 × 100 അല്ലേ? എത്ര രൂപയായി? 300 രൂപയായി. അപ്പൊ ഈ 300 രൂപ ടീച്ചറുടെ എന്താണ്? ടോട്ടൽ കോസ്റ്റ് ആണ് അല്ലേ? 300 രൂപ ടീച്ചറുടെ ടോട്ടൽ കോസ്റ്റ് ആണ്. അപ്പോൾ ഈ ടോട്ടൽ റവന്യൂവിൽ നിന്നും ടോട്ടൽ കോസ്റ്റ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 200 രൂപ കിട്ടും. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ്. മൊത്ത വരവിൽ നിന്നും ചെലവ് മൈനസ് ചെയ്ത് കൊടുക്കുക. ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ്. ഫൈൻ. സോ നമുക്ക് ഓപ്ഷൻ നോക്കൂ. ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ് ഉണ്ട്, ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, മാർജിനൽ റവന്യൂ ആൻഡ് മാർജിനൽ കോസ്റ്റ് ഉണ്ട്. സോ അവർ ആൻസർ ഇസ് ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ കൺസെപ്റ്റ്? ഓക്കെ, അപ്പൊ ടോട്ടൽ കോസ്റ്റ് കാണണമെങ്കിലും എന്ത് ചെയ്താൽ മതി? നമുക്ക് പ്രോഫിറ്റിൽ നിന്നും ടോട്ടൽ റവന്യൂ മൈനസ് ചെയ്താൽ മതി. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രോഫിറ്റിൽ നിന്നും ടോട്ടൽ റവന്യൂ മൈനസ് ചെയ്യണം. ഓക്കെ, ടോട്ടൽ റവന്യൂ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റിൽ നിന്നും ടോട്ടൽ കോസ്റ്റ് മൈനസ് ചെയ്യണം. അപ്പൊ ഇപ്രാവശ്യം ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കില്ല, എങ്ങനെയാണ് ഇത് കാണുക എന്നായിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഈ കൺസെപ്റ്റ് ആലോചിച്ച് വെക്കണം കേട്ടോ. Then the third question, the founding father of modern economics. Modern economics inde founding father ആരാണ്? നമുക്കറിയാം, ഫാദർ ഓഫ് ഇക്കണോമിക്സ് ഇസ് ആഡം സ്മിത്ത് അല്ലേ? എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ്. ഫാദർ ഓഫ് മാക്രോ ഇക്കണോമിക്സ് ആരാണ്? കെയ്ൻസും ആണ്. അപ്പൊ ഇതാരാ ഈ ഫൗണ്ടിങ് ഫാദർ? യെസ്, ഫാദർ ഓഫ് ഇക്കണോമിക്സിനെ തന്നെയാണ് ഫൗണ്ടിങ് ഫാദർ എന്നും പറയുന്നത്. ഓക്കെ, ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സിനെ തന്നെയാണ് നമ്മൾ ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സ് എന്നും പറയുന്നത്. അപ്പൊ ഈ ഫൗണ്ടിങ് ഫാദർ എന്നൊന്നും കേൾക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഫൈൻ. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻ? കെയ്ൻസ് ഉണ്ട്, JB സേ ഉണ്ട്, ആഡം സ്മിത്ത് ഉണ്ട്, അമർത്യാസൻ ഉണ്ട്. ഇവർ 4 പേരും നമ്മുടെ ഇക്കണോമിസ്റ്റുകൾ തന്നെയാണ്. പക്ഷെ നമ്മുടെ ആൻസർ ആരാണ്? ദാറ്റ് ഈസ് ആഡം സ്മിത്ത്. ഹി ഈസ് ഓൾസോ നോൺ ആസ് ദി ഫാദർ ഓഫ് ഇക്കണോമിക്സ്. അപ്പൊ ഇങ്ങനെ ഇപ്രാവശ്യം ചോദിക്കാം, ആഡം സ്മിത്ത് എന്തിന്റെ പിതാവാണ്? എക്കണോമിക്സിന്റെ ഏത് പിതാവാണ് ചോദിക്കാം. ദാറ്റ് ഈസ് ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? ദെൻ ദ ഫോർത്ത് വൺ. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ്ലി ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടും എസ്സേ ആയിട്ടും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. അറ്റ് ദ ബ്രേക്ക് ഈവൻ പോയിന്റ്. അപ്പോൾ ഒരു ഫേമിന്റെ കാര്യമാണ് പറയണതെന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. ബ്രേക്ക് ഈവൻ പോയിന്റ്, the firm faces dash. ഒരു ബ്രേക്ക് ഈവൻ പോയിന്റിൽ ഫേം എന്താണ് ഫേസ് ചെയ്യുന്നത്? ഓക്കെ, ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എൻ എൻറ്റിറ്റി അല്ലേ? ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് എ ബ്രേക്ക് ഈവൻ പോയിന്റ്? യെസ്,
ഒരു ബ്രേക്ക് ഈവൺ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഫേമിന് നോ ലോസ് നോ പ്രോഫിറ്റ് ആയിരിക്കും. എന്താണ് പ്രത്യേകത? നോ ലോസ് നോ പ്രോഫിറ്റ്. ലാഭവും അധികം ഇല്ല, നഷ്ടവും ഇല്ല. പക്ഷേ ഒരു ഫേം ഈ ബ്രേക്ക് ഈവൺ പോയിന്റിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കമ്പനി റൺ ചെയ്യോ? ഇല്ല. ബ്രേക്ക് ഈവൺ പോയിന്റിന്റെ താഴോട്ടൊരു ഫേം വന്നു കഴിഞ്ഞാൽ ദ ഫേം ഫേസസ് ഷട്ട് ഡൗൺ പോയിന്റ്. അപ്പൊ ഇപ്രാവശ്യം ഇങ്ങനെ ചോദിക്കാം, ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ താഴെ വരുമ്പോൾ ഒരു കമ്പനിക്ക് എന്ത് സംഭവിക്കും? ദ കമ്പനി വിൽ ഷട്ട് ഡൗൺ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് പോണേന്നുണ്ടെങ്കിൽ, ഓക്കെ, ABC ആണ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് പോവുക. ഇങ്ങനെയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഫൈൻ. ഈ ബ്രേക്ക് ഈവന്റെ പോയിന്റിന്റെ താഴെ വന്നാൽ കമ്പനി എന്താണ്? ഷട്ട് ഡൗൺ ചെയ്യുന്നു. അപ്പൊ ഈ ബ്രേക്ക് ഈവൻ പോയിന്റില് ഒരു കമ്പനിക്ക് എന്താണ് കിട്ടുക? എ കമ്പനി ഏൺസ് എ നോർമൽ പ്രോഫിറ്റ്. ഒരു കമ്പനിക്ക് എന്തായിരിക്കും കിട്ടുക? ഒരു നോർമൽ പ്രോഫിറ്റ് ആണ് കിട്ടുക. ഈ കൺസെപ്റ്റ് ക്ലിയർ ആക്കി മനസ്സിലാക്കിക്കോളൂ. ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, നോ ലോസ് നോ പ്രോഫിറ്റ്. അപ്പോൾ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഒരു കമ്പനി ഫേസസ് എ നോർമൽ പ്രോഫിറ്റ്. ഈ ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ താഴോട്ട് വരുമ്പോൾ ആ കമ്പനിക്ക് എന്താവും? ദ കമ്പനി വിൽ ഷട്ട് ഡൗൺ. ഓക്കെ, ആ കമ്പനിക്ക് ലോസ് വരികയും ഷട്ട് ഡൗൺ വരികയും ചെയ്യും. ഫൈൻ. അപ്പൊ നമുക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, നോർമൽ പ്രോഫിറ്റ്, അബ്നോർമൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്. അല്ലേ? സിമ്പിൾ ആണ്, നമുക്ക് മനസ്സിലായി. ദാറ്റ് ഈസ് എ നോർമൽ പ്രോഫിറ്റ് ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയില്ലേ? Then the one that satisfy the capacity of a commodity is known as dash. Okay, the one that satisfy the capacity of the commodity is known as dash. ഒരു കൊമോഡിറ്റിയുടെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് പേരാണ് പറയുക? എന്ത് പേരാണ് പറയുക? ഡിമാൻഡ് ആണോ? ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ഡിസയർ ടു ബൈ എ കൊമോഡിറ്റി. അല്ലേ? ഒരു കൊമോഡിറ്റി വാങ്ങാനുള്ള ഡിസയറിനെയാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് അല്ല, പിന്നെ ആരാ? സപ്ലൈ. വാട്ട് ഈസ് സപ്ലൈ? സപ്ലൈയും സാറ്റിസ്ഫാക്ഷൻ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു പ്രൊഡ്യൂസർ. അല്ലേ? ഒരു ഗിവൺ എമൗണ്ടിൽ നമ്മുടെ പ്രൊഡ്യൂസർ കൊടുക്കുന്ന എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റീനെ നമ്മൾ സപ്ലൈ എന്ന് പറയും. ദെൻ യൂട്ടിലിറ്റി. നമുക്കറിയാം യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ദാറ്റ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ വാണ്ട് ഓഫ് ദ കൺസ്യൂമർ. അല്ലേ? ഒരു കൺസ്യൂമറിന്റെ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് യൂട്ടിലിറ്റി എന്നത്. ക്ലിയർ ആയില്ലേ? ദെൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഒബ്വിയസ്ലി അല്ലാന്ന് നമുക്കറിയാം. കാരണം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്തായിരുന്നു? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ഡിമാൻഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ആണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ട് ടീച്ചർ ഇപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പം നമ്മുടെ ആൻസർ ഇതിൽ ഏതാണ്? യൂട്ടിലിറ്റി ആണ്. ഒബ്വിയസ്ലി യൂട്ടിലിറ്റി ഈസ് ഡിവൈഡഡ് ഇൻ ടു 2. അല്ലേ? യൂട്ടിലിറ്റിയെ നമ്മൾ 2 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് കാർഡിനൽ യൂട്ടിലിറ്റി ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി. അല്ലേ? നിങ്ങൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അല്ലേ? കാർഡിനൽ യൂട്ടിലിറ്റിയും ഉണ്ട്, ഓർഡിനൽ യൂട്ടിലിറ്റിയും ഉണ്ട്. അപ്പൊ എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി? യൂട്ടിലിറ്റി ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ത്രൂ നമ്പേഴ്സ്. ഓക്കെ, നമ്പേഴ്സ് വഴി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെഷറബിൾ ആണ്. ഇറ്റ് ഈസ് മെഷറബിൾ. വാട്ട് ഈസ് ഓർഡിനൽ യൂട്ടിലിറ്റി? ഇറ്റ് കനോട്ട് ബി മെഷറബിൾ. അല്ലെ? നമ്മൾ റാങ്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഫൈൻ. സോ കാർഡിനൽ യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ, ബട്ട് ഓർഡിനൽ യൂട്ടിലിറ്റി ഈസ് മെഷർ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഇൻ ദ ടേംസ് ഓഫ് റാങ്കിങ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഇതൊക്കെ എന്താണ്? ഓർഡിനൽ യൂട്ടിലിറ്റി ആണ്. കൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ യൂട്ടിലിറ്റി എന്തായാലും നോക്കണം കേട്ടോ. ഇത് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. എന്തായാലും നോക്കി പോവാം. Then, which of the following is an example of complementary good? Complementary goodന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ടീ ആൻഡ് കോഫി, പ്രൈവറ്റ് ബസ് ആൻഡ് KSRTC ബസ്, പെൻ ആൻഡ് ഇങ്ക്, ഷൂ ആൻഡ് ചപ്പൽസ്. ഓക്കെ,
ഇതിൻ്റെ എക്സാമ്പിൾ അറിയണമെങ്കിൽ എന്താണ് കോംപ്ലിമെൻ്ററി ഗുഡ് എന്ന് അറിയണം അല്ലേ. എന്താണ് ഒരു കോംപ്ലിമെൻ്ററി ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഗുഡ്സ് ആർ വേരിയസ് ടൈപ്പ്. ഗുഡ് പല വിധത്തിലുണ്ട് അല്ലേ. കോംപ്ലിമെൻ്ററി ഗുഡുകളുണ്ട്, അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഉണ്ട് അല്ലേ. കോംപ്ലിമെൻ്ററി ഗുഡ്സും ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഉണ്ട്, ഇൻഫീരിയർ ഉണ്ട്, സുപ്പീരിയർ ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. നമ്മൾ എപ്പോഴും കോംപ്ലിമെൻ്ററി കേസ് പറയുമ്പോൾ അവിടെ നമ്മൾ പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡുകളെയാണ്. എന്താണ് അപ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ അനദർ അല്ലേ. ഇപ്പം നമ്മുടെയൊക്കെ ക്ലാസ്സിൽ ഇപ്പോൾ ഫിസിക്സ് ടീച്ചർ വന്നില്ലെങ്കിൽ ഒരു പീരീഡ് നമുക്ക് വെറുതെ തരുമോ? ഇല്ല. ആ ടീച്ചറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ മാത്സ് ടീച്ചർ വരും അല്ലേ. സോ ഹിയർ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് അവൈലബിൾ. ഒന്നില്ലെങ്കിൽ മറ്റൊന്ന്. ദാറ്റ് വാട്ട് വി കോൾഡ് ആസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. പക്ഷേ കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? രണ്ടും ഒപ്പം വേണം അല്ലേ. മാത്സ് ടീച്ചർ സർക്കിളിനൊരു ചാപ്റ്റർ നമ്മളെ പഠിപ്പിക്കുമ്പോൾ കോമ്പസ് എന്തായാലും വേണം അല്ലേ. അതേപോലെയാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് നമ്മൾ പറയുന്നത്. ദാറ്റ് ക്യാൻ ബി ബ്രോട്ട് ടുഗെദർ. ഒപ്പം നമ്മൾ വാങ്ങുന്നതിനെയാണ് നമ്മൾ കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയണേ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഏതാ? കാർ ആൻഡ് പെട്രോൾ. കാറും പെട്രോളും എന്താണ്? കോംപ്ലിമെൻ്ററി ഗുഡാണ്. ബ്രെഡ് ആൻഡ് ബട്ടർ എന്താണ്? കോംപ്ലിമെൻ്ററി ഗുഡാണ്. പക്ഷെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡുകളാണ് ഏത്? ടീ ആൻഡ് കോഫി, ചായ അല്ലെങ്കിൽ കാപ്പി. ഓക്കെ, അപ്പം നമുക്ക് 4 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏതാണ് ടീ ആൻഡ് കോഫി. ടീ ആൻഡ് കോഫി എന്താ? സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. ഒന്നല്ലെങ്കിൽ ചായ അല്ലെങ്കിൽ കോഫി. റൈറ്റ്. ദെൻ പ്രൈവറ്റ് ബസ് ആൻഡ് KSRTC ബസ്. ഒന്നല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ പോവാം അല്ലെങ്കിൽ KSRTC ബസ്. അപ്പം ഇതും അല്ല ഇതും അല്ല. ദെൻ പെൻ ആൻഡ് ഇങ്ക്. ഒന്നല്ലെങ്കിൽ പെൻ അല്ലെങ്കിൽ ഇങ്ക് എന്ന് നമ്മൾ പറയൂ? ഇല്ല. സോ then fourth option ഏതാ? ഷൂ ആൻഡ് ചപ്പൽ ആണ്. ഇതും ഓപ്ഷണൽ ആണ് അല്ലേ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, പെൻ ആൻഡ് ഇങ്ക്. ഫൈൻ. സോ കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്നുള്ള പാർട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ കോംപ്ലിമെൻ്ററി ഗുഡ് ചോദിച്ചുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ഇപ്രാവശ്യം എന്താണ് സുപ്പീരിയർ ഗുഡ് എന്നോ അല്ലെങ്കിൽ ഏതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്നോ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫൈൻ. സോ 7th ക്വസ്റ്റ്യൻ ഉണ്ടാവും. Which one of the following is a stock variable? നമുക്കറിയാം we have 2 types of variable. നമുക്ക് 2 types of variable ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? സ്റ്റോക്കും രണ്ടാമത്തെ ഏതാണ്? ഫ്ലോയും അല്ലേ. സ്റ്റോക്കും ഫ്ലോയും. സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്റ്റ് എന്താണ്? The variable that is measured at a point of time. ഒരു പ്രത്യേക സമയത്ത് നമ്മൾ മെഷർ ചെയ്യുന്നതിനെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്, അപ്പം എന്താണ്? ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് അവിടെ ഉണ്ട്. അതിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയണേ. അപ്പോൾ എന്താണ് ഫ്ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ്? ഈ ഒരാഴ്ച നമ്മുടെ ക്ലാസ്സിൽ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് മെഷേർഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഓക്കെ, സ്റ്റോക്ക് എന്താണ് പറയണേ? ഇറ്റ് ഈസ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ആണ് സ്റ്റോക്ക് എങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം ആണ് ഫ്ലോ. അപ്പൊ ഈ കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഈ 4 എണ്ണത്തിൽ ഏതോ ഒന്ന് എന്താണെന്നാ പറയണേ? സ്റ്റോക്ക് ആണെന്നാ പറയണേ. വെൽത്ത്, ഇൻകം, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് GDP. നോക്കിക്കോളൂ, വെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഇറ്റ് ഈസ് എ സ്റ്റോക്ക് കൺസെപ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് മെഷേർഡ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. ബാക്കിയെല്ലാം ഇൻകവും GDPയും ഇൻവെസ്റ്റ്മെന്റും എല്ലാം നമ്മൾ എങ്ങനെയാണ്? അറ്റ് എ പോയിന്റ് ഓഫ് ടൈം അല്ല, ഇറ്റ് ഈസ് എ ഫ്ലോ കൺസെപ്റ്റ്. ഓവർ എ പീരീഡ് ഓഫ് ടൈം ആണ് നമ്മൾ ഇതെല്ലാം എന്ത് ചെയ്യാറ്? മെഷർ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഏതാണ്? വെൽത്ത് ആണ്. എപ്പോഴും ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ഐറ്റം ആണ് സ്റ്റോക്കിന്റെ താഴെ വരുന്നത്, ഏതൊക്കെ ഐറ്റം ആണ് ഫ്ലോന്റെ താഴെ വരുന്നത് എന്ന് കാണാപ്പാഠം തന്നെ പഠിച്ചോളൂ. കാരണം ഷഫിൾ ചെയ്തിട്ട് അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് പറയാം. സ്റ്റോക്ക് ഏതാണ്, ഫ്ലോ ഏതാണ് എന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് എഴുതാനായിട്ട് പറയാം, ഒരു 5-6 ഐറ്റംസ് തന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ചാൻസ് വരുമ്പോൾ നമുക്ക് ഡൗട്ട് വരണ്ട. അപ്പോൾ ആ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിച്ചോളൂ കേട്ടോ. Then the 8th question, the record of trade in goods and services and transfer payment is known as dash. Okay, എന്താണ് question?
the record of trade in goods and services. ഓക്കെ, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നമ്മൾ ട്രേഡ് ചെയ്യണതിൻ്റെ റെക്കോർഡ് എല്ലാം പ്ലസ് ട്രാൻസ്ഫർ പേയ്മെൻറ്റുകളുടെയും റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് പേരാണ് പറയുന്നത്? എന്തൊക്കെയാണ് തന്നിരിക്കണേ? ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ഉണ്ട്, കറണ്ട് അക്കൗണ്ട് ഉണ്ട്. നമുക്കറിയാം ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ആണ് ഇതിൻ്റെ ആൻസർ. കാരണം നമ്മൾ തെറലി ഇത് പഠിച്ച സാധനമാണ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇസ് ദ റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് അറ്റ് എ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. അല്ലെ, ഒരു കൊല്ലത്തെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അതേപോലെ തന്നെ ട്രാൻസ്ഫർ പേയ്മെൻറ്റിൻ്റെയും റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ ആണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അഥവാ BOP എന്ന് നമുക്കറിയാം. ഈ ഏരിയയിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് വേറെ രീതിയിൽ ക്വസ്റ്റ്യൻസിൻ്റെ കൺസെപ്റ്റ് ഇതാണ്, പക്ഷേ ക്വസ്റ്റ്യൻസ് എന്താണ് മാറി മാറി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏരിയയും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചോളാം. ഇതിൽ നമ്മൾക്ക് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്നൊക്കെ ഉള്ളൊരു ഭാഗമില്ലേ, അതിന്നൊക്കെ എപ്പോഴും ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാണ്ട് പഠിച്ചോളൂ കേട്ടോ, എന്തായാലും ചോദിക്കും. സോ ദ ആൻസർ ഇസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, റൈറ്റ്? ദെൻ ദ 9th question നോക്കാം കേട്ടോ. Which of the following is included in the current account of balance of payment? കണ്ടോ, ഇപ്പം ഈ ക്വസ്റ്റ്യൻ ചോദിച്ച ഏകദേശം അതേപോലെ തന്നെയാണ് ഈ ക്വസ്റ്റ്യനും വന്നിരിക്കുന്നത്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ കറണ്ട് അക്കൗണ്ടിൽ ഏതൊക്കെ സാധനങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? നമുക്കറിയാം ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് കേട്ടാൽ തന്നെ 3 കാര്യങ്ങൾ ഓർമ്മ വരണം. ട്രേഡ് ഇൻ ഗുഡ്സ്, ട്രേഡ് ഇൻ സർവീസ് ആൻഡ് ഓൾസോ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്. ഈ 3 കാര്യങ്ങളിലും ഓപ്ഷനിൽ എവിടെയെങ്കിലും ഇത് കിടക്കുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയണേ, നമ്മുടെ ആൻസർ എന്ന് പറയണത്. ക്ലിയർ? അപ്പോൾ ഗുഡ്സ് ഉണ്ട്, സർവീസസ് ഉണ്ട്, ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ഉണ്ട്. ഈ 3 എണ്ണത്തിലും ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടാവും. നമുക്ക് നോക്കാം. എക്സ്റ്റേണൽ ബോറോയിങ് ആണോ? അല്ല. പർച്ചേസ് ഓഫ് അസറ്റ്, പർച്ചേസ് ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും? ഇല്ല. ദെൻ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, FDI ആണോ? അല്ല. പിന്നെ എന്താണ് ഉള്ളത്? ട്രേഡ് ഇൻ ഗുഡ്സ് അല്ലേ? നമുക്കറിയാം ബാലൻസ് ഓഫ് പേയ്മെന്റിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഗുഡ്സ് വരുന്നുണ്ട്, സർവീസ് വരുന്നുണ്ട്, ട്രാൻസ്ഫർ പേയ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഉള്ള ഓപ്ഷൻ ഏതാണ്? ട്രേഡ് ഇൻ ഗുഡ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ട്രേഡ് ഇൻ ഗുഡ്സ് ആണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്നുള്ള ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഇതിലെ ക്യാപിറ്റൽ അക്കൗണ്ടും അതേപോലെ തന്നെ കറണ്ട് അക്കൗണ്ടും വിടാതെ പഠിച്ചോളൂ കേട്ടോ. എന്തായാലും ആ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. സ്കിപ്പ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് കഴിഞ്ഞതും പോയിട്ട് കണ്ടോളൂ. ദെൻ ദ 10th question, ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് ഡാഷ്. ഏതാണ് നമ്മുടെ സെൻട്രൽ ബാങ്ക്? സിമ്പിൾ ആണ് അല്ലേ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്നറിയപ്പെടുന്നത്. ആൻഡ് RBI ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1935. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത്. RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിലാണ് കേട്ടോ. മുംബൈയിലാണ് നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ആലോചിക്കുക. RBI ഈസ് ദ ആൻസർ. ദ സെൻട്രൽ ബാങ്ക് ആണ് 1935 എസ്റ്റാബ്ലിഷ് ആയി ആൻഡ് മുംബൈയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഇത് നമുക്കിപ്പോൾ പഠിക്കാനില്ല, പക്ഷെ ടീച്ചർ പറഞ്ഞു തന്നതാണ്. മേ ബി ഇതെല്ലാം ചോദിച്ച് അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇട്ട് അവർക്ക് ബോർ അടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ഇപ്രാവശ്യം ചോദിക്കാം. സോ മുംബൈ ഈസ് ദ ആൻസർ. ഓക്കെ, ദെൻ ദ 11th question ഡോ. Write the economic term for the following. 2 ഇക്കണോമിക് ടേംസ് അവർ തന്നിട്ടുണ്ട്. ഇതിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് അവർ തന്നിട്ടുണ്ട്. ഇതിൽ ഇക്കണോമിക് ടേം എഴുതാനാണ് പറഞ്ഞത്. നോക്കാം സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന്. The situation when people become more thrifty, the economy will end up saving less. ഇതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? The receipts of the government which creates liability or reduces financial assets. Receipts. ഈ 2 എണ്ണം മതി നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാൻ. ഇതാണ് നമ്മൾ ഞാൻ പറഞ്ഞേ നമ്മുടെ 15 minutes സ്കൂൾ ഓഫ് ടൈം ഇല്ലേ, ഈ 15 minutes സ്കൂൾ ഓഫ് ടൈം ഇത്ര സ്ലോ ആയിട്ട് ക്വസ്റ്റ്യൻ വായിക്കണം. അല്ലാതെ ദ സിറ്റുവേഷൻ വെൻ പീപ്പിൾ ബിക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് വായിച്ചാൽ നമുക്ക് അതിൻ്റെ ക്ലൂ കിട്ടില്ല. ഈ ഒരു ടേം ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ എഴുതാം. ഇതിൻ്റെ ആൻസർ ഏതാണ്? പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് ആണ് അല്ലേ? നമ്മുടെ ആൻസർ ഇതിൻ്റെ ഏതാണ്? ആൻസർ
പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് ആണ്. ഓർക്കുന്നില്ലേ എല്ലാവരും പഠിച്ചത് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്താണെന്ന്? ത്രിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പീപ്പിൾ വിൽ ഹോൾഡ് സം മണി അല്ലെ, പീപ്പിൾ ദേ വിൽ കെയർഫുള്ളി യൂസ് മണി. അവരൊരിക്കലും കാശ് ചെലവാക്കുന്നില്ല. ജനങ്ങൾ എന്ത് ചെയ്യും? കാശ് ചെലവാക്കാതെ സേവ് ചെയ്തുകൊണ്ടിരിക്കും, കയ്യിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കും. അതാണ് ത്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇവരെന്താ പറയണേ? The situation when people become more thrifty, the economy will end up saving less. ജനങ്ങൾ കൂടുതൽ കാശ് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇക്കോണമിയുടെ, സമ്പദ് വ്യവസ്ഥയുടെ സേവിങ്സ് കുറയുന്നു. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ കൺസെപ്റ്റ്, the receipt of the government. ഗവൺമെന്റിന്റെ ഏതോ റെസീപ്റ്റ് ഗവൺമെന്റിന്റെ ലയബിലിറ്റീസ് എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. അതേപോലെ തന്നെ ലൈബിലിറ്റീസ് കുറയ്ക്കുന്നു ആൻഡ് ഫിനാൻഷ്യൽ അസറ്റും കുറയ്ക്കുന്നു. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത്. അപ്പൊ ഇതിലെ ഫസ്റ്റ് ഓപ്ഷന്റെ ആൻസർ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് ആണ്. എന്താണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് പറയുന്നത്? when people become saves more and more money, ജനങ്ങൾ കൂടുതൽ കാശ് കയ്യിൽ സേവ് ചെയ്യുമ്പോൾ ഇക്കോണമിയുടെ സേവിങ്സ് കുറയുന്നു. ഹൗ? എങ്ങനെയാണ് കുറയുന്നത്? ദാറ്റ് ഈസ്, ഇപ്പോൾ ഒരാൾ സേവ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി കൺസംഷൻ എന്ത് ചെയ്യും? കുറയും. സേവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? കൺസംഷൻ കുറയും. കൺസംഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രൊഡക്ഷന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഉൽപാദനം കുറഞ്ഞു. ഉൽപാദനം കുറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? ഇല്ല. ജനങ്ങളുടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കുറയും. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം കിട്ടുന്നുണ്ടോ? ഇല്ല. ഇൻകം എന്ത് ചെയ്യും? കുറയും. ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് സേവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതെന്താവും? സേവിങ്സ് കുറയ്ക്കും. അപ്പോൾ ഒരാൾ കൂടുതൽ കാശ് സേവ് ചെയ്താൽ ഇക്കോണമിയിൽ സേവിങ്സ്, അദ്ദേഹത്തിന്റെ സേവിങ്സ് എന്ത് ചെയ്യുന്ന പറയണേ? ഒബ്വിയസ്ലി കുറഞ്ഞു പോകുമെന്നാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് പറയുന്നത്. എന്തായാലും എക്സാമിന് ഇത് ചോദിക്കും. പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇത്ര കാലം ഉണ്ടായിട്ടില്ല കേട്ടോ. എന്തായാലും ചോദിക്കും. ആ കൺസെപ്റ്റ് ഇതേപോലെ പഠിക്കുക. സേവിങ്സ് കുറയും, കൺസംഷൻ കുറയും. കൺസംഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രൊഡക്ഷൻ കുറഞ്ഞു. പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കുറയും, ഇൻകം കുറയും. ഒരു വ്യക്തിക്ക് വരുമാനം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സേവിങ്സ് വീണ്ടും കുറയുന്നു. ഫൈൻ. ഓപ്ഷൻ ബി നോക്കൂ. The receipts of the government which create liability or reduce financial asset. നമുക്കറിയാം ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആണ് അല്ലേ? ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്ത് ചെയ്യും? നമ്മുടെ ഫിനാൻഷ്യൽ അസറ്റുകൾ കുറയ്ക്കുന്നു. അതേപോലെ തന്നെ ലയബിലിറ്റീസ്, പ്രാരാബ്ദം എന്താ? ലയബിലിറ്റീസ് കൂട്ടുകയാണ്. സോ ഇതിന്റെ ആൻസർ ഏതാണ്? ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആണ്. ക്ലിയർ? അപ്പൊ ഇത്രയാണ്. അപ്പൊ ഈ ക്യാപിറ്റൽ റെസീപ്റ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ, ബഡ്ജറ്റ് എന്നൊക്കെ ഉള്ള പാർട്ടില്ലേ, അത് നന്നായിട്ട് പഠിച്ചോളാം. ദെൻ ദ 12th ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ദ മാർക്കറ്റ് വിത്ത് എ ഫ്യൂ സെല്ലേഴ്സ് ഈസ് നോൺ ആസ്. ഇതിൽ ഏതോ ഒരു മാർക്കറ്റിൽ കുറച്ച് സെല്ലേഴ്സ് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം മാർക്കറ്റ് ഈസ് എ സിറ്റുവേഷൻ. എന്താണ്? ഒരുപാട് ഫേം കൂടുന്നതാണ് ഒരു മാർക്കറ്റ് എന്ന് പറയണേ. പക്ഷെ ഈ മാർക്കറ്റിൽ തന്നെ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഉണ്ട്, ഒളിഗോപോളി ഉണ്ട്, മൊണോപോളി ഉണ്ട്, മൊണോപോളിസ്റ്റിക് ഉണ്ട്. ഒബ്വിയസ്ലി നമുക്ക് ഇപ്രാവശ്യം മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ നമുക്ക് പഠിക്കാനില്ല, ഡിലീറ്റഡ് സിലബസ് ആണ്. അപ്പൊ എന്തായാലും മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ അല്ല എന്ന് നമുക്ക് അറിയാം. പിന്നെ 3 എണ്ണമാണ് ഉള്ളത് അല്ലേ? ഏതാണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇസ് ദ മാർക്കറ്റ് സ്ട്രക്ചർ വിത്ത് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് അല്ലേ? അവിടെ വാങ്ങാനും വിൽക്കാനും ഒരുപാട് പേരുണ്ട്. അപ്പൊ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും ആണ്. Okay, oligopoly is the market situation where there is only few sellers of the market. Oligopoly il aaru maathre ullu? Few sellers e ullu. Then monopoly is the market situation where there is only a single seller of the market. Ivade oru seller aanu ullathu. Clear? So perfect competition ennu parnu kayal few large number aanu. Oligopoly ennu parnu kayal few seller aanu. മൊണോപോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ സെല്ലർ ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ദ മാർക്കറ്റ് വിത്ത് ഫ്യൂ സെല്ലേഴ്സ് ഏതാണ് നമ്മുടെ ഓപ്ഷൻ? ഒളിഗോപോളി ആണ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് ഒക്കെ നമുക്ക് ഒളിഗോപോളിയുടെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഫൈൻ. സോ ഒളിഗോപോളി ഈസ് ദ മാർക്കറ്റ് സ്ട്രക്ചർ വിത്ത് ഓൺലി ഫ്യൂ സെല്ലേഴ്സ് ഓഫ് എ കൊമോഡിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാർക്കറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. Then 13th question നോക്കാം കേട്ടോ.
Indifference curve slopes down from. Indifference curve downward sloping curve ആണ് എന്ന് നമുക്കറിയാം. എവിടുന്ന് എവിടേക്കാണ് ഇൻഡിഫറൻസ് കർവ് സ്ലോപ്പ് ചെയ്ത് കിടക്കുന്നത്? വരച്ചു നോക്കിയാൽ പോരെ, സിമ്പിൾ അല്ലേ? ഇതാണ് ഇൻഡിഫറൻസ് കർവ് അല്ലേ? ഇൻഡിഫറൻസ് കർവ് എന്താ കാണിക്കുന്നത്? ഇറ്റ് ഷോസ് ദ കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ് വിച്ച് ഗീവ് ഈക്വൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഫോർ ദ കൺസ്യൂമർ അല്ലേ? ഒരു കൺസ്യൂമറിന് രണ്ട് ഗുഡിലെ ഏത് കൺസ്യൂം ചെയ്താലും ഈക്വൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന ആളാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഇത് ഗുഡ് 1 ആണ്, ഇത് ഗുഡ് 2 ആണ്. അപ്പൊ കോമ്പിനേഷൻ ഓഫ് രണ്ട് ഗുഡ് അല്ലേ? ഏതോ രണ്ട് ഗുഡും ഈക്വൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് കൺസ്യൂമറിന് കിട്ടുന്നത്. സോ ഇറ്റ് സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം. ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇത് എവിടെ നിന്ന് എങ്ങോട്ടാണ് സ്ലോപ്പ് ചെയ്തിരിക്കണേ? ദാറ്റ് ഈസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ? റൈറ്റ് ടു ലെഫ്റ്റ് ഉണ്ട്, പാരലൽ ടു എക്സ് ആക്സിസ്, left to right and vertical shape. So our answer is option C, that is left to right ആണ്. Fine. Then the 14th question, in a perfectly competitive market. അപ്പോൾ perfect competitive marketന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? There happens a large number of buyers and sellers ആണല്ലോ. വിത്ത് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്. അവിടെ ഫ്രീ എൻട്രിയും ആണ് ഫ്രീ എക്സിറ്റും ആണ്. ദ ഇക്വിലിബ്രിയം പ്രൈസസ്, ഇക്വിലിബ്രിയം പ്രൈസിന് എന്ത് സംഭവിക്കും? അപ്പോൾ ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആണെങ്കിൽ ആ മാർക്കറ്റിലെ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ആദ്യം നമുക്ക് അറിയണം എന്താണ് ഇക്വിലിബ്രിയം പ്രൈസ്. എന്താണ്? ഒരു മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ അല്ലേ, ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുമ്പോഴാണ് ഒരു മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലാവുക. ഈ ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ നമ്മൾ വിൽക്കുന്നതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്നും വിൽക്കുന്ന ക്വാണ്ടിറ്റിയെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്നും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് ഏത് സിറ്റുവേഷൻ വരുമ്പോഴാണ് എന്നാണ്. നോക്കിക്കോളൂ, നമുക്ക് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഈക്വൽ ടു മിനിമം AC, ഓക്കെ. ദെൻ ഗ്രേറ്റർ ദാൻ AC ഉണ്ട്, ലെസ് ദാൻ AC ഉണ്ട്, ആൻഡ് ഈക്വൽ ടു മിനിമം MC. ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിന്റെ ഡിമാൻഡ് കർവും പ്രൈസ് ലൈനും പോകുന്നത് ഇങ്ങനെയാണ് അല്ലേ? പ്രൈസ് ഈക്വൽ ടു MR ഈക്വൽ ടു AR, ഇങ്ങനെയാണ് പ്രൈസ് ലൈൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ആരും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. പ്രൈസ് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു AC. ആവറേജ് കോസ്റ്റ് ആയിട്ട് പ്രൈസ് ഈക്വൽ ആയിരിക്കും. ഏത് ആവറേജ് കോസ്റ്റ്? ദാറ്റ് ഈസ് മിനിമം ആവറേജ് കോസ്റ്റ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഗ്രാഫ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? SMC എന്ന് പഠിച്ചിട്ടുണ്ടാവും, പിന്നെ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ MC എന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഗ്രാഫ് ഒന്നും വരച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൈം ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ടീച്ചർ സിമ്പിളായിട്ട് പറഞ്ഞു തന്നത്. സോ ദ ആൻസർ ഈസ് ഈക്വൽ ടു മിനിമം AC. ഫൈൻ. അപ്പോൾ ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഈക്വൽ ആവണമെങ്കിൽ, ഇക്വിലിബ്രിയം പ്രൈസ് ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ പ്രൈസും അതേപോലെ തന്നെ അത് മിനിമം AC ആയിട്ട് ഈക്വൽ ആവും. അങ്ങനെ ഈക്വൽ ആവുന്ന ആ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ. ദെൻ 15th question ട്ടോ. ഫൈൻഡ് ദ ഓഡ് വൺ. അൺഎംപ്ലോയ്മെന്റ് അലവൻസസ്, B ഓൾഡ് ഏജ് പെൻഷൻ, C പ്രൈസ് സപ്പോർട്ട് ആൻഡ് D സ്കോളർഷിപ്പ്. അൺഎംപ്ലോയ്മെന്റ് അലവൻസ് കൊടുക്കുന്നുണ്ട്, ഓൾഡ് ഏജ് പെൻഷൻ കൊടുക്കുന്നുണ്ട്, പ്രൈസ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ C ആണ്. കാരണം പ്രൈസ് സപ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? യെസ്, ഇറ്റ് ഈസ് ആൻ അപ്ലിക്കേഷൻ ഓഫ് മാർക്കറ്റ് പ്രൈസ്. ബാക്കി എല്ലാം എന്താണ്? നമ്മുടെ ഗവൺമെന്റിന്റെ ഓരോ റെലവൻസുകൾ നമുക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതെന്താണ്? അപ്ലിക്കേഷൻ ഓഫ് മാർക്കറ്റ് പ്രൈസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഏതാണ്? പ്രൈസ് സപ്പോർട്ട് ആണ്. ഓക്കെ. Then 16th question, QD എന്താ? ക്വാണ്ടിറ്റി ഡിമാൻഡഡ് അല്ലേ? QD is 80 minus 2P. QS is 60 plus 2P. Find the equilibrium price and equilibrium quantity. റിപ്പീറ്റഡ് ആയിട്ട്
ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. സെയിം നമ്പേഴ്സ് അല്ല, പക്ഷെ പാറ്റേൺ സെയിം ആണ് അല്ലേ. എന്തൊക്കെ തന്നിട്ടുണ്ട്? ക്വാണ്ടിറ്റി ഡിമാൻഡും തന്നിട്ടുണ്ട്, ക്വാണ്ടിറ്റി സപ്ലൈയും തന്നിട്ടുണ്ട്. കാണാൻ പറഞ്ഞത് ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും ആണ്. നമുക്കറിയാം മാർക്കറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം വെൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈക്വൽ ക്വാണ്ടിറ്റി സപ്ലൈ. ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈ ഈക്വൽ ആവുമ്പോഴാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലാവുന്നത്. ഡൗട്ട് ഇല്ലല്ലോ ആർക്കും അല്ലേ? ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്രയാ തന്നിരിക്കണേ? 80 മൈനസ് 2p. ക്വാണ്ടിറ്റി സപ്ലൈഡ് എത്രയാണ് തന്നിരിക്കണത്? 60 പ്ലസ് 2p ആണ് അല്ലേ? 60 പ്ലസ് 2p ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ 80 മൈനസ് 2p ഈക്വൽ 60 പ്ലസ് 2p. ഇത് ഈക്വൽ ആണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമുക്കറിയാം 80 മൈനസ് 60 എത്രയാണ്? 20 ആണ്. 20 ഈക്വൽസ് 4p അല്ലേ? 2pയും 2pയും കൂടെ ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആയി പോവും. ദാറ്റ് ഈസ് 4p. അപ്പൊ p എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി എന്താണ്? പ്രൈസ് എന്ന് പറയുന്നത് 20/4 ചെയ്യുമ്പോൾ 5 കിട്ടും അല്ലേ? 20 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. പ്രൈസ് 5 എന്ന് കിട്ടി. ഈ പ്രൈസ് 5 കിട്ടിക്കഴിഞ്ഞാൽ, അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, പ്രൈസ് കണ്ടുപിടിക്കുക. പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഈ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണം. അപ്പൊ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡിന്റെ തന്നിരിക്കുന്നത് എന്താണ്? 80 മൈനസ് 2p ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 80 മൈനസ് 2 ഇൻറ്റു p നമുക്കിപ്പോൾ കിട്ടി അല്ലേ? 5 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ 80 മൈനസ് 10 എത്രയാണ്? 70. ക്വാണ്ടിറ്റി ഡിമാൻഡഡ് നമുക്ക് എത്ര കിട്ടി? 70 എന്ന് കിട്ടി. ദെൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് മാത്രം കണ്ട ഇക്വിലിബ്രിയം കാണാൻ പറ്റുമോ? ഇല്ല. ആരെയും കൂടെ കാണണം? QS കാണണം. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, QS എത്രയാണ് തന്നിരിക്കുന്ന ഓപ്ഷൻ? 60 പ്ലസ് 2p ആണ് അല്ലേ? അപ്പോൾ 60 പ്ലസ് 2p ആണ് നമ്മുടെ QS എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ 60 പ്ലസ് 2 ഇൻറ്റു 5. അപ്പൊ എത്രയാണ്? 60 പ്ലസ് 10 ആണ്. എത്ര ആൻസർ വന്നു? 70 വന്നു. ഇതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ്. അപ്പൊ QDയും 70 കിട്ടി, QSും 70 കിട്ടി. അപ്പൊ QD ഈക്വൽസ് എന്താണ്? QS ആണ്. മാർക്കറ്റ് എന്തായി? ഇക്വിലിബ്രിയത്തിലായി. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം ചെയ്യേണ്ടത് പ്രൈസ് കണ്ടുപിടിക്കുക. പ്രൈസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തിട്ട് QD ആണെങ്കിൽ അടുത്ത ഇക്വേഷൻ QSലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും സെയിം നമ്പർ ആണോ എന്ന് നോക്കുക. രണ്ടും സെയിം അല്ലെങ്കിൽ മാർക്കറ്റ് എന്തല്ല? ഇക്വിലിബ്രിയത്തിലല്ല. പക്ഷെ മിക്കവാറും സെയിം ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണതിൽ സെയിം ഇക്വിലിബ്രിയം ആവും കേട്ടോ. Then the 17th question. Write national income identities for 2-sector economy, 3-sector economy and 4-sector economy. National income identity ഏതാനാണ് പറയുന്നത്? 2-sector, 3-sector, 4-sector. ഓക്കെ, 2-sector economy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ 2 പേരെ ഉണ്ടാവുള്ളൂ. ആരൊക്കെയാണ്? ഹൗസ് ഹോൾഡും അതേപോലെ തന്നെ ഗവൺമെന്റും. സോറി, ഗവൺമെന്റ് അല്ല, ബിസിനസ് കേട്ടോ. ബിസിനസ് സെക്ടർ കേട്ടോ. ദെൻ 3-sector എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ആരൊക്കെ ഉണ്ടാവും? ഹൗസ് ഹോൾഡ് ഉണ്ടാവും, ബിസിനസ് ഉണ്ടാവും, ഗവൺമെന്റ് ഉണ്ടാവും അല്ലേ? 4-sector എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ ഉണ്ടാവും? 4-sector ഇക്കോണമിയിൽ ആരൊക്കെ ഉണ്ടാവും? ഹൗസ് ഹോൾഡ് ഉണ്ടാവും, ബിസിനസ് ഉണ്ടാവും, ഗവൺമെന്റ് ഉണ്ടാവും, ദെൻ എക്സ്റ്റേണൽ സെക്ടർ ഉണ്ടാവും. അപ്പൊ ഈ മൂന്നിന്റെയും നാഷണൽ ഇൻകം ഐഡന്റിറ്റി എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഈ കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഹൗസ് ഹോൾഡും ബിസിനസ്സും ഗവൺമെന്റും, ഹൗസ് ഹോൾഡ് പ്ലസ് ബിസിനസ് പ്ലസ് ഗവൺമെന്റ് പ്ലസ് എക്സ്റ്റേണൽ സെക്ടർ. അപ്പോൾ നമുക്ക് എഴുതേണ്ടത് എന്താണ്? ഇതിന്റെ നാഷണൽ ഇൻകം ഐഡന്റിറ്റി ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് നാഷണൽ ഇൻകം ഐഡന്റിറ്റി എഴുതാം. 2-sector കേട്ടോ. 2-sectorന്റെ നാഷണൽ ഇൻകം ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവിടെ ഹൗസ് ഹോൾഡും ബിസിനസ്സും മാത്രമേ ഉള്ളൂ. സോ കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ്. ആരൊക്കെ വന്നു? കൺസംഷനും ഇൻവെസ്റ്റ്മെന്റും. 3-sectorൽ ആരൊക്കെയാണ്? 3-sector ഈക്വൽ കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ്
വേറെ ആരും കൂടെ വന്നു? ഗവൺമെന്റ് വന്നു. ഓക്കെ, ഫോർത്ത് സെക്ടറിൽ ആരൊക്കെ വന്നു? കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഗവൺമെന്റ് പ്ലസ് ദെൻ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. കാരണം അവിടെ ഫോറിൻ സെക്ടറും കൂടെ ആഡ് ആയി. സോ നാഷണൽ ഇൻകം ഐഡന്റിറ്റി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മൂന്നിൻ്റെയും നാഷണൽ ഇൻകം ഐഡന്റിറ്റി. നാഷണൽ ഇൻകം എങ്ങനെ കാണണു എന്ന് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് 3 മെത്തേഡ് വേറെയാണ്. അതൊരു എസ്സേ ടൈപ്പ് ആണ് ചോദിക്കുക. ഇതൊരു 1-2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചോദിക്കാനാണ് സാധ്യത. അപ്പോൾ ഇത്ര എഴുതണം. ഫൈൻ. Then the 18th question down. Price rigidity is the feature of which following market? ഏത് ഫോളോയിങ് മാർക്കറ്റിന്റെ ഫീച്ചർ ആണ് പ്രൈസ് റിജിഡിറ്റി എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഏത് ഫോളോയിങ് മാർക്കറ്റ് ആണ്? നോക്കൂ, മൊണോപോളി ഉണ്ട്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ട്, ഒളിഗോപോളി ഉണ്ട്, മൊണോപോളിസ്റ്റിക് ഉണ്ട്. ഓക്കെ, മൊണോപോളിസ്റ്റിക് ഉണ്ട്. നമുക്കറിയാം മൊണോപോളിസ്റ്റിക് എന്തായാലും വരില്ല, കാരണം അത് ഔട്ട് ഓഫ് സിലബസ് ആണ്. അപ്പൊ ഇത് കഴിഞ്ഞു അല്ലേ, ഇതല്ല. പിന്നെ 3 മാർക്കറ്റ് ഉണ്ട്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപോളി ആൻഡ് ഒളിഗോപോളി. മൊണോപോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സിംഗിൾ സെല്ലർ ഓഫ് ദ കൊമോഡിറ്റി ആണ്. അവിടെ ഒറ്റ സെല്ലറേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഉപദ്രവിക്കാൻ ആരും വരില്ല. അപ്പൊ മൊണോപോളിയും അല്ല എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ 2 പേരാണ് ഉള്ളത്. ആരൊക്കെയാണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷനും ഉണ്ട്, ഒളിഗോപോളിയും ഉണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സും ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രൈസ് റിജിഡിറ്റി വരില്ല, കാരണം ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള വിലയ്ക്ക് വിൽക്കും. സോ പെർഫെക്റ്റ് കോമ്പറ്റീഷനും അല്ല. പിന്നെ ആരാണ് നമ്മുടെ ആൻസർ? ദാറ്റ് ഈസ് ഒളിഗോപോളി ആണ് നമ്മുടെ ആൻസർ. എന്തുകൊണ്ടാണ് ഒളിഗോപോളി വന്നത്? ഹിയർ ദർ ഈസ് ഓൺലി ഫ്യൂ സെല്ലേഴ്സ് ഓഫ് എ കൊമോഡിറ്റി. ഒരു കൊമോഡിറ്റിയുടെ ഫ്യൂ സെല്ലേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരാളെ പ്രൈസ് കൂട്ടി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊന്നും പ്രൈസ് കൂട്ടില്ല. അപ്പോൾ കൂട്ടിയ ആൾക്ക് നഷ്ടമാണ്. ഒരാൾ പ്രൈസ് കുറച്ചാലോ ബാക്കി എല്ലാവരും പ്രൈസ് കുറയ്ക്കുകയും ചെയ്യും അല്ലേ. അപ്പം എന്താണ്? ആർക്കും ലാഭം കിട്ടൂല. സോ ദേ വിൽ ബി ഇൻ ആൻ എഗ്രിമെന്റ് ടു കൊല്യൂഡ് ഈച്ച് അതർ. ഓക്കെ, പരസ്പരം അവർ തമ്മിൽ ഒരു കൊല്യൂഷൻ ഉണ്ടാക്കും. എന്താണ് കൊല്യൂഷൻ? ആരും പ്രൈസ് കൂട്ടുകയും വേണ്ട, കുറയ്ക്കുകയും വേണ്ട. Okay, so that is known as price rigidity. It is an important feature of the oligopoly market. മറക്കരുത് കേട്ടോ. The value of MPC and MPS is dash. MPC എന്താണ്? Marginal propensity to consume ആണ്. MPS എന്താണ്? Marginal propensity to savings ആണ്. എന്താണ് MPC, എന്താണ് MPS എന്ന് നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പോൾ ഡിസ്കസ് ചെയ്യാം ടീച്ചർ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂ എത്രയാണെന്നാണ് ചോദിക്കണേ. MPC പ്ലസ് MPS ഈക്വൽ ടു 1 ആണ്. MPCയും MPSും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ആൻസർ എത്രയാണ് കിട്ടുക? 1 ആണ്. കാരണം എന്താണെന്നറിയോ? നമുക്കിപ്പോൾ ടോട്ടൽ നമുക്കൊരു ഇൻകം ഉണ്ട് അല്ലേ. ഈ ഇൻകം ഒന്നല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാം കൺസ്യൂം ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സേവ് ചെയ്യും. നമുക്ക് 2 ഓപ്ഷനേ ഉള്ളൂ, ഒന്നല്ലെങ്കിൽ കൺസംഷൻ അല്ലെങ്കിൽ സേവിങ്സ് അല്ലേ. ഒന്നല്ലെങ്കിൽ കൈ വയ്ക്കും അല്ലെങ്കിൽ ചെലവാക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ വാല്യൂ എപ്പോഴും 1 ആയിട്ട് നിൽക്കണേ. അപ്പോൾ MPC കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 1 മൈനസ് MPS ചെയ്താൽ മതി. ഓക്കെ, പിന്നെ MPS കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 1 മൈനസ് MPC ചെയ്താലും മതി. അപ്പൊ ഇത് രണ്ടും ഓർത്ത് വെക്കുക. ഫൈൻ. അപ്പൊ MPC പ്ലസ് MPSന്റെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ദാറ്റ് ഈസ് 1 ആണ്. Then indicate how each of the following situation would affect the supply curve of a firm. ഒരു ഫേമിന്റെ സപ്ലൈ കർവിനെ ഈ 3 കാര്യങ്ങൾ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു? അപ്പൊ നമ്മുടെ ഫസ്റ്റ് എന്തറിയണം? എന്താണ് സപ്ലൈ കർവ്? നമുക്കറിയാം, ഇത് ഡിമാൻഡ് കർവ് ആണെങ്കിൽ അപ്വേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ് സപ്ലൈ കർവ് അല്ലേ. ഇതാണ് നമ്മുടെ സപ്ലൈ കർവ് എന്ന് പറയുന്നത്. ഈ സപ്ലൈ കർവും ഡിമാൻഡ് കർവും ഈക്വൽ ചെയ്ത് പോകുന്ന പാർട്ടാണ് ഇക്വിലിബ്രിയം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. സോ ഈ സപ്ലൈ കർവില് എന്താണ് പറയുന്നത്? ഈ സപ്ലൈ കർവ് ഈസ് ഒരു പെർട്ടിക്കുലർ എമൗണ്ടിൽ ദ പ്രൊഡ്യൂസർ ഈസ് വില്ലിംഗ് ടു ഗിവ് അല്ലേ. പ്രൊഡ്യൂസർ വിൽക്കുന്ന ക്വാണ്ടിറ്റി സപ്ലൈ. റിഡക്ഷൻ ഇൻ ദ യൂണിറ്റ് ടാക്സ്. യൂണിറ്റ് ടാക്സ് കുറഞ്ഞാൽ സപ്ലൈ കർവിന് എന്ത് സംഭവിക്കുമെന്നാണ് ചോദ്യം. ടാക്സ് കുറഞ്ഞാൽ സപ്ലൈ കർവ് എന്ത് ചെയ്യും? റൈറ്റ് വേർഡ് ഷിഫ്റ്റ് നടത്തും.
സപ്ലൈ കർവ് എവിടേക്ക് ഷിഫ്റ്റ് ആവും? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവും. കാരണം ടാക്സ് കുറഞ്ഞാൽ സാധനം ഉണ്ടാക്കുന്ന കോസ്റ്റ് എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഇവർക്ക് കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. സോ ദ സപ്ലൈ കർവ് വിൽ ഷിഫ്റ്റ് റൈറ്റ് വേർഡ്. അപ്പൊ ടാക്സ് കൂടിയാലോ? യെസ്, സപ്ലൈ കർവ് ഷിഫ്റ്റ് ലെഫ്റ്റ് വേർഡ്. അപ്പൊ ഇപ്രാവശ്യം അങ്ങനെ പഠിക്കുക. ടാക്സ് കൂടി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? സപ്ലൈ കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആവും. ഓക്കെ. ബി, an increase in the input price. Input price നമുക്ക് 4 factors of production ഉണ്ട്. ഈ 4 factors of productionന്റെ പ്രൈസ് കൂടി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്ത് സംഭവിക്കും? സപ്ലൈ കർവ് എന്ത് ചെയ്യും? സപ്ലൈ കുറയും അല്ലേ? അതുകൊണ്ട് തന്നെ സപ്ലൈ കർവ് ഷിഫ്റ്റ് ലെഫ്റ്റ് വേർഡ്. സപ്ലൈ കർവ് ലെഫ്റ്റിലോട്ട് മാറും. ആൻഡ് ഇംപ്രൂവ്മെന്റ് ഇൻ ടെക്നോളജി. ടെക്നോളജിയിൽ ഇംപ്രൂവ്മെന്റ് വന്നാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്ത് സംഭവിക്കും? യെസ്, നമ്മുടെ സപ്ലൈ കർവ് റൈറ്റിലേക്ക് തന്നെ ഷിഫ്റ്റ് ആവും അല്ലേ? അപ്പോൾ സപ്ലൈ കർവ് വിൽ ഷിഫ്റ്റ് റൈറ്റ്. അപ്പോൾ ഈ 3 സിറ്റുവേഷൻ പഠിച്ചു വെച്ചോളാം. ഇതിന്റെ ഓപ്പോസിറ്റ് സിറ്റുവേഷൻ ടീച്ചർ ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്, അതും നന്നായി പഠിച്ചോളാം. അപ്പോൾ ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും ഷിഫ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അപ്പോൾ അത് നന്നായി നോക്കണം കേട്ടോ എക്സാമിന്. Then the 21st question, the ratio of nominal GDP to real GDP is dash. Okay, nominal GDP യും real GDP യും തമ്മിലുള്ള റേഷ്യോനെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുന്നത്? Consumer price index, wholesale price index, GDP deflator, producer price index. The answer is GDP deflator. Answer എന്താണ്? GDP deflator ആണ്. നമുക്കറിയാം GDP deflator എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP ആണ്. എന്താണ് നോമിനൽ GDP? യെസ്, the GDP based on the current year price. നോമിനൽ എന്താണ്? കറണ്ട് ഇയർ പ്രൈസ് ആണ്. റിയൽ എന്താണ്? ബേസ് ഇയർ പ്രൈസ് ആണ്. അപ്പൊ അത് മറക്കരുത് കേട്ടോ. റിയൽ എന്താണ്? ബേസ് ഇയർ പ്രൈസ് ആണ്. ഇത് ബേസ് ഇയർ ആണ്, ഇത് കറണ്ട് ഇയർ ആണ്. ഓക്കെ, നോമിനൽ ഇസ് കറണ്ട് ഇയർ, റിയൽ GDP എന്ന് പറയുന്നത് ബേസ് ഇയർ ആണ്. അപ്പൊ ഇപ്രാവശ്യം ചിലപ്പോൾ ചോദിക്കാം നോമിനൽ GDP ഏത് ഇയറിനെ സൂചിപ്പിക്കുന്നു? ദാറ്റ് ഈസ് ദി കറണ്ട് ഇയർ. അപ്പൊ ഇങ്ങനെ ട്വിസ്റ്റിംഗ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക, അല്ലാതെ ഇതേ ക്വസ്റ്റ്യൻ തന്നെ വരണമെന്നില്ല. Fine. Then the 22nd question, draw TFC, TVC, TC in a same diagram. Total fixed cost, total variable cost, total cost സെയിം ഡയഗ്രത്തിൽ വരയ്ക്കാനാണ് പറയുന്നത്. സിമ്പിൾ ആണ് അല്ലേ? നമുക്കറിയാം ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? TFC പ്ലസ് TVC ആണ്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? TFC പ്ലസ് TVC ആണ്. അപ്പൊ ഇത് മൂന്നും കൂടെ വരയ്ക്കുമ്പോൾ ഏറ്റവും മുകളിൽ ആരായിരിക്കും? ടോട്ടൽ കോസ്റ്റ് ആണ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എല്ലാം എപ്പോഴും എന്താണ്? ഫിക്സഡ് ആണ്. ഒരു പ്രാവശ്യം 60 ആണെങ്കിൽ എല്ലാം എന്താണ്? 60 തന്നെയാണ്. സോ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ക്ലിയർ? ദെൻ അടുത്തത് ആരാണ്? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്താ? ഔട്ട്പുട്ട് മാറുമ്പോൾ കോസ്റ്റ് എന്താണ്? മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് ആൻ എസ് ഷേപ്ഡ് കർവ്, ദാറ്റ് ഈസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. താഴെന്ന് വരയ്ക്കുക. ഈ ടോട്ടൽ ഫിക്സഡ് കർവും ഈ ടോട്ടൽ വേരിയബിൾ കർവും കൂട്ടിമുട്ടുന്ന അല്ലെങ്കിൽ പ്ലസ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ടോട്ടൽ കോസ്റ്റ് ആവുന്നത്. സോ ഇറ്റ് ലൈസ് എബവ് ദ ലൈൻ. ഇതാണ് TC കേട്ടോ. ഇതിന്റെ മുകളിൽ നിന്നാണ് ഇത് തുടങ്ങുക. ദയവ് ചെയ്ത് ആലോചിക്കുക, ഇത് താഴ്ന്നല്ല തുടങ്ങണത്. നമ്മൾ എപ്പോഴും വരയ്ക്കുമ്പോൾ ഇത് താഴ്ന്ന് തുടങ്ങും, തെറ്റാവും. അപ്പോൾ കേട്ടോ, ഇത് TFCയുടെ മുകളിൽ നിന്ന് വേണം തുടങ്ങാൻ. സോ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആൻഡ് ടോട്ടൽ കോസ്റ്റ്. ക്ലിയർ ആയില്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. A firm cannot vary all its input in their production process. ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഒരു ഫേമിന് എല്ലാ ഇൻപുട്ടുകളും മാറ്റാനായിട്ട് പറ്റില്ല. If so, which of the following is associated with the above statement? ഈ സ്റ്റേറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനം താഴെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യണേന്നാ ചോദിക്കണേ. ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ,
ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഏതാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദാറ്റ് ഈസ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് അല്ലെ. നമ്മുടെ ആൻസർ ഏതാണ്? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. കാരണം എന്താണ്? പ്രൊഡക്ഷന് എല്ലാ ഇൻപുട്ടുകളും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഒരു ഷോർട്ട് റൺ പ്രൊഡക്ഷനിൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഈ 4 ഇൻപുട്ടിലെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് എപ്പോഴും എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. പക്ഷേ ഇൻ ലോങ് റണ്ണിൽ ഈ 4 ഇൻപുട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേരി ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഷോർട്ട് റണ്ണിലാണ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, 3 എണ്ണം മാറ്റാം, പക്ഷെ ഒരെണ്ണം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഫിക്സഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ആ കൺസെപ്റ്റ് നന്നായി പഠിച്ചോളാം. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് കേട്ടോ. അപ്പൊ ഇപ്രാവശ്യം ചിലപ്പോൾ ലോങ് റൺ ചോദിക്കാം. എല്ലാ ഇൻപുട്ടും വേരി ആവണത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. അല്ലെങ്കിൽ ഷോർട്ട് റൺ തന്നെ വേറൊരു രീതിയിൽ ചോദിക്കാം. ലേബർ മാറി, ക്യാപിറ്റൽ മാറി, ഓർഗനൈസേഷൻ മാറി, പക്ഷെ എന്ത് മാറിയില്ല? നമ്മുടെ ലാൻഡ് മാറിയില്ല. ലാൻഡ് ഒരു വേരിയബിൾ കോൺസ്റ്റന്റ് ആയി നിന്നു. അത് ഏത് പ്രൊഡക്ഷൻ പ്രോസസ് ആണ്? ദാറ്റ് ഈസ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ പ്രോസസ് ആണ്. ഫൈൻ. Then the 24th question. Write 2 examples for substitute goods and complementary goods. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പാർട്ടാണ് അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗുഡ്സ് ദാറ്റ് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഈച്ച് അതർ അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ എക്സാമ്പിൾ ആണ് ഏതൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും? ദാറ്റ് ഈസ് ടീ ആൻഡ് കോഫി. ദെൻ പിന്നെ ഏത് നമുക്ക് പറയാൻ പറ്റും? യെസ്, പ്രൈവറ്റ് ബസ്സും പറയാം, അതേപോലെ തന്നെ KSRTC ബസ് പറയാം അല്ലേ. ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. കോംപ്ലിമെന്ററി ഗുഡ്സ് ഏതൊക്കെയാണ്? കോംപ്ലിമെന്ററി ഗുഡ്സും നമ്മൾ പറഞ്ഞു. ബ്രെഡ് ആൻഡ് ബട്ടർ, ദെൻ ബ്രെഡും ബട്ടറും കഴിഞ്ഞാൽ തന്നെ ഏതാ? കാർ ആൻഡ് പെട്രോൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോംപ്ലിമെന്ററി ഗുഡ്സിൽ വരുന്ന 2-3 എണ്ണം പഠിച്ചിട്ട് പോവുക. ഷഫിൾ ചെയ്തിട്ട് മാറ്റാനായിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാം കേട്ടോ. Then the 25th question. In the equation P1x1 plus P2x2 equal to m. ഇത് ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് അല്ലേ. P1x1 plus P2x2 equal to m എന്നുള്ളത് ഏത് ലൈനിന്റെ ഇക്വേഷൻ ആണ്? ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ്, മറക്കരുത്. ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ്. Then A എന്താണ്? സോറി, സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ. A എന്താണ് ഓപ്ഷൻ? -P1 by P2. ഓപ്ഷൻ ബി, ഓപ്ഷൻ സി. ഓപ്ഷൻ ബി എന്താണ്? m by P2. ഓപ്ഷൻ സി എന്താണ്? P ആണ്. ഓപ്ഷൻ ഡി എന്താണ്? m by P. അപ്പോ P1x1 plus P2x2 എന്നുള്ള ഇക്വേഷൻ ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് ആണെങ്കിൽ ഇത് ഏതിനെയാണ് കാണിക്കുന്നത് എന്നാണ് നമുക്കറിയാം. ദാറ്റ് ഈസ് -P1 by P2 ആണ് അല്ലെ. ആൻസർ എന്താണ്? -P1 by -P2 ആണ്. -P1 by P2 വരുന്നത് എന്തുകൊണ്ടാണ്? ഏതെങ്കിലും ഒരു കൊമോഡിറ്റി നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ, when we are using more and more of one commodity, we want to use the less of other commodity, right? അല്ലേ? ഏതെങ്കിലും ഒരു കൊമോഡിറ്റി നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി വേറൊരു കൊമോഡിറ്റി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ലൂസ് ചെയ്യേണ്ടി വരും. നമുക്ക് കുറച്ച് യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സിമ്പിൾ വന്നത്. അപ്പൊ അത് മനസ്സിലാക്കണം കേട്ടോ. നമ്മുടെ ആൻസർ -P1 by P2 ആണ്. പക്ഷെ എന്തുകൊണ്ടാണ് അവിടെ ഒരു മൈനസ് വന്നത്? when we are buying more and more of one commodity, മറ്റേ കൊമോഡിറ്റി എന്താണ്? നമ്മൾ ലൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചിലപ്പോൾ ഇപ്രാവശ്യം എന്തുകൊണ്ടാണ് അവിടെ മൈനസ് വരണേ ചോദിക്കാം, അല്ലെങ്കിൽ why it is negative എന്ന് ചോദിക്കാം. അപ്പൊ ഇതാണ് ആൻസർ. when more and more of one commodity is bought, other needs to buy less. Clear? Okay. Then the 26th question നോക്കിക്കോളൂ. The apex monetary institution in India is dash. നമുക്കറിയാം apex monetary institution നമ്മുടെ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതിലൊന്നും നമുക്ക് ഒരു ഡൗട്ടും ഇല്ല അല്ലെ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടീച്ചർ നേരത്തെ പറഞ്ഞു was established in 1935 and its headquarters is in Mumbai, right? So നമ്മുടെ ഓപ്ഷൻ എന്തൊക്കെയാണ്? സ്റ്റേറ്റ് ബാങ്ക്, റിസർവ് ബാങ്ക്, നബാർഡ്, ഗവൺമെന്റ് ആണ്. സോ ഓപ്ഷൻ ബി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ ആൻസർ. ഫൈൻ. കാൽക്കുലേറ്റ് ദ ഫോളോയിങ്. ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്, TFC തന്നിട്ടുണ്ട്,
TVC, TC, AFC, ABC, SAC, SMC. എപ്പോഴും നമുക്കിത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ പ്ലീസ് ഡു അറ്റൻഡ് ദ ക്വസ്റ്റ്യൻ. എന്തായാലും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. കാരണം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം, ഒരുപാട് എഴുതി സമയം കളയണ്ട. ജസ്റ്റ് ഒരു ടേബിൾ വരച്ച് നമുക്ക് എഴുതി കൊടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ നോക്കാം. ശ്രദ്ധിച്ചോളൂ. TC തന്നിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം TC എന്ന് പറയുന്നത് ഏതൊക്കെ രണ്ട് സാധനങ്ങൾ ആഡ് ചെയ്യുമ്പോഴാണ് TC കിട്ടണത്? TFCയും TVCയും അല്ലെ? TFCയും TVCയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് TC കിട്ടുന്നത്. അപ്പൊ ഇവിടെ TC 60 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ TC 60 ആണെങ്കിൽ TVC അല്ല TFC എന്തായിരിക്കും? 60 ആണ്. ഒരു TFC 60 ആണെങ്കിൽ താഴെയുള്ള TFCകൾ എല്ലാം എന്താണ്? 60 ആണ് അല്ലെ? താഴെയുള്ള TFC ഒക്കെ 60 ആയിരിക്കും. ക്ലിയർ ആയില്ലേ? അപ്പോ TC എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ്. അപ്പൊ ഇവിടെ ഒന്നും ഇല്ല. ക്ലിയർ? അടുത്തത് ഇവിടെ 90 ആണ് അല്ലെ? അപ്പൊ ഇവിടെ 90 ആണെങ്കിൽ 60യുടെ കൂടെ എത്ര കൂട്ടിയാൽ നമുക്ക് 90 കിട്ടും? 60 + 30 90 ആണ്. Then 100 - 60 എത്രയാണ്? 40. ക്ലിയർ? 105 + 60 എത്രയാണ്? 45. അപ്പോ ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ നമുക്ക് TC കിട്ടണം. അപ്പോൾ TC ഒബ്വിയസ്ലി ആദ്യം തന്നിട്ടുണ്ടെങ്കിൽ TFC ആദ്യം എഴുതി കഴിഞ്ഞാൽ ഇതിന്ന് ഇത് മൈനസ് ചെയ്താൽ നമുക്ക് TVC കിട്ടും. ക്ലിയർ ആയില്ലേ ഇത്രയും? നെക്സ്റ്റ് AFC കേട്ടോ. AFC എന്ന് പറയുന്നത് എന്താണ്? TFC ഡിവൈഡഡ് ബൈ Q ആണ് അല്ലെ? നമുക്ക് തന്നിട്ടുള്ള TFCയിൽ നിന്നും ഔട്ട്പുട്ട് മൈനസ് ചെയ്താൽ നമുക്ക് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കിട്ടും. അപ്പൊ TFC ഡിവൈഡഡ് ബൈ Q. അപ്പൊ ഇവിടെ ആദ്യം ഒന്നും വന്നില്ല. രണ്ടാമത്തെ എന്താ? 60 ഡിവൈഡഡ് ബൈ 1. 60 ഡിവൈഡഡ് ബൈ 1 എത്രയാണ്? 60 തന്നെയാണ് അല്ലെ? Then 60 ഡിവൈഡഡ് ബൈ 2 എത്ര വന്നു? 30. അങ്ങനെ നെക്സ്റ്റ് എത്രയാണ്? 60 ഡിവൈഡഡ് ബൈ 3 ആണ് അല്ലെ? 20. അങ്ങനെ മൈനസ് ചെയ്ത് പോവാ. റൈറ്റ്? ദെൻ 60 ഡിവൈഡഡ് ബൈ 4, 60 ഡിവൈഡഡ് ബൈ 5, 60 ഡിവൈഡഡ് ബൈ 6. അങ്ങനെ പോണം. ഫൈൻ. ദെൻ ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ആവറേജ് വേരിയബിൾ കോസ്റ്റ് എങ്ങനെയാണ്? ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൽ നിന്നും ഔട്ട്പുട്ട് മൈനസ് ചെയ്ത് കൊടുക്കണം അല്ലേ? അപ്പൊ ആദ്യം ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെയും ഇല്ല. ഓക്കെ. രണ്ടാമത്തെ എത്രയാണ്? 30. 30 ഡിവൈഡഡ് ബൈ 1 അല്ലേ? എത്രയാണ്? 30 തന്നെയാണ്. Then 40 ഡിവൈഡഡ് ബൈ 2 അല്ലേ? 40 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 20. അങ്ങനെ അടുത്തത് മൈനസ് ചെയ്ത് പോവാ. ഫൈൻ. ദെൻ ഏതാണ്? SAC. SAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ആണ്. ആവറേജ് കോസ്റ്റ് നമുക്ക് രണ്ട് രീതിയിൽ കിട്ടാം. ഒന്നല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ Q ചെയ്യാം, അല്ലെങ്കിൽ ഇവരെ രണ്ടുപേരെയും ആഡ് ചെയ്താലും മതി. അപ്പോൾ ഇവിടെ ഒന്നുമില്ല. 60 + 30 എത്രയാണ്? 90. ദെൻ 30 + 20 എത്രയാണ്? 50. അങ്ങനെ ഇവിടെ കിട്ടുന്ന ആൻസർ ഇങ്ങനെ ആഡ് ചെയ്ത് പോയാൽ നമുക്ക് SACയും കിട്ടും. നെക്സ്റ്റ് ഏതാണ്? SMC ആണ് അല്ലെ? SMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ മാർജിനൽ കോസ്റ്റ് ആണ്. ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് ആണ്. ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് നമുക്ക് എങ്ങനെ കിട്ടും? ഈ തന്നിരിക്കുന്ന ടോട്ടൽ കോസ്റ്റുകളെ മൈനസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കിട്ടും അല്ലെ? അപ്പൊ ടോട്ടൽ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് എങ്ങനെ? ആദ്യം TC ആണ്. TC ഇവിടെ 60 ആണ്. ഇതിന്റെ മുകളിൽ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഒന്നുമില്ല. ഫൈൻ. ദെൻ 90. 90 - 60 എത്രയാണ്? 30. അപ്പൊ ഇവിടെ എത്ര വന്നു? 30. ദെൻ 100 - 90 എത്രയാണ്? 10 ആണ്. ദെൻ 105 - 100 എത്രയാണ്? 5 ആണ്. അപ്പൊ ഈ താഴെ നിന്നും മുകളിലേക്ക് എന്ത് ചെയ്ത് കൊടുക്കണം? മൈനസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കാം. നമുക്ക് അവർ ആദ്യം TC ആണ് തന്നത്. TC ആണ് തന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആരെ കാണണം? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കാണണം. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഒരെണ്ണത്തിൽ സെയിം ആണെങ്കിൽ എല്ലാത്തിലും എന്താണ്? സെയിം ആണ്. ദെൻ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ കോസ്റ്റും തന്നാൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കാണാൻ ടോട്ടൽ കോസ്റ്റ് മൈനസ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കിട്ടും. ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. ഓക്കെ. ദെൻ
ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് നമുക്ക് എങ്ങനെ കിട്ടും? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്യൂ. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കിട്ടും. ദെൻ ആവറേജ് വേരിയബിൾ കോസ്റ്റ് അതെങ്ങനെ കിട്ടും? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്യൂ ചെയ്താൽ കിട്ടും. ഓക്കെ, ഇനി ഈ AFCയും ഈ AVCയും കൂടെ പ്ലസ് ചെയ്താൽ നമുക്ക് AC കിട്ടും. ടോട്ടൽ കോസ്റ്റ് താഴെന്ന് മുകളിലേക്ക് മൈനസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് മാർജിനൽ കോസ്റ്റും കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി ഇതിൽ വരണത്. ഈ കൺസെപ്റ്റ് ഈ ക്വസ്റ്റ്യൻ വന്നാൽ എന്തായാലും അറ്റൻഡ് ചെയ്യുക. സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് കിട്ടും. ഇതാണ് ഇതിൻ്റെ ആൻസർ വരണത് കേട്ടോ. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴുള്ള കിട്ടിയ ആൻസർ ആണ് ഇത്. നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക, നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്നറിയാൻ പാകത്തിന്. ഫൈൻ. ദെൻ ദ 28th question. The input that a firm uses in the production process are called. Production processൽ ഒരു ഫേം യൂസ് ചെയ്യുന്ന ഇൻപുട്ടുകളെ നമ്മൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? യെസ്, ദാറ്റ് ഈസ് നോൺ ആസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് നമ്മുടെ മേജർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഇത് നാലുമാണ് നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, ദെൻ 29th question. The annual functional statement of the government is known as dash. ഇതൊരു ട്വിസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ആനുവൽ ഫങ്ഷണൽ സ്റ്റേറ്റ്മെന്റ് ഏതാണ് ഗവൺമെന്റിന്റെ? നമുക്കറിയാം ബഡ്ജറ്റ് എന്താണ്? ഒരു ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് ആണ്. അപ്പോൾ ബഡ്ജറ്റ് ആണോ, റവന്യൂ റിപ്പോർട്ട് ആണോ, ഫിനാൻഷ്യൽ റിപ്പോർട്ട് ആണോ, ക്യാപിറ്റൽ അക്കൗണ്ട് ആണോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് വായിച്ചാൽ നമുക്കറിയാം റവന്യൂ റിപ്പോർട്ടും അല്ല ക്യാപിറ്റൽ അക്കൗണ്ടും അല്ല. കാരണം ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ ആനുവൽ ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തതല്ല. പിന്നെ ആരൊക്കെയാണുള്ളത്? ബഡ്ജറ്റും ഉണ്ട്, ഫിനാൻഷ്യൽ റിപ്പോർട്ടും ഉണ്ട്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഫിനാൻഷ്യൽ റിപ്പോർട്ട് അല്ലേ? നമ്മുടെ ഇക്കോണമിയിൽ നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഗവൺമെന്റ് ഒരു കൊല്ലത്തെ ഇൻകവും എക്സ്പെൻഡിച്ചറും മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അല്ലേ ഒരു കൊല്ലം, അടുത്ത കൊല്ലം എങ്ങനെയൊക്കെ ഇൻകവും എക്സ്പെൻഡിച്ചറും എന്നുള്ളതാണ് നമ്മൾ ബഡ്ജറ്റിലൂടെ അവതരിപ്പിക്കുന്നത്. ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ കൺട്രിയുടെ പെർഫോമൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1 year ഒരു 1 year കഴിയുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഫങ്ഷൻസും അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കൺട്രിയുടെ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ഫങ്ഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് അറിയപ്പെടുന്നത് ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ്. ഓക്കെ, ഫങ്ഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ്. ഫൈൻ. ദെൻ ഓപ്ഷൻ സി എന്താ നോക്കാം. ക്വസ്റ്റ്യൻ 30 എന്താ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് കൺസംഷൻ ഫംഗ്ഷൻ? ഇതിലേതാണ് കൺസംഷൻ ഫംഗ്ഷൻ? നമുക്കറിയാം കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം. ഓക്കെ, കൺസംഷനും ഇൻകവും തമ്മിലുള്ള റിലേഷനെ ആണ് നമ്മൾ കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഓപ്ഷനിൽ തന്നെ ഉണ്ടാവും ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം. ക്വസ്റ്റ്യൻ അറിയുമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് നോക്കാം. എന്നാലും നമുക്ക് വേറെ ഒന്ന് നോക്കി പോവാം. റിലേഷൻ ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് സേവിങ് അല്ല, റിലേഷൻ ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അല്ല, റിലേഷൻ ബിറ്റ്വീൻ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അല്ല. കൺസംഷൻ ഫംഗ്ഷൻ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കൺസംഷൻ ആൻഡ് ഇറ്റ്സ് ഇൻകം. Fine. Then the 31st question. Now, distinguish between short run and long run in the production process. Production processile short runum long runum function എങ്ങനെയാണ് എന്നാണ് ടീച്ചർ അപ്പോഴേ പറഞ്ഞു തന്നു. ഷോർട്ട് റൺ പ്രൊഡക്ഷനിൽ എന്താണ് പറയുന്നത്? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ദ ഫാക്ടേഴ്സ് ആർ ഫിക്സഡ് അല്ലേ? ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്. ഇതിലെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഫിക്സഡ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു ലോങ് റൺ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൾ ഇൻപുട്ട് വിൽ വേരി. ഈ എല്ലാ ഇൻപുട്ട് ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വിൽ വേരി ചെയ്യുന്നതിനെയാണ് നമ്മൾ ലോങ് റൺ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഫൈൻ. Then
The 32 ട്ടോ. Write any two methods of cashless transaction other than the currency notes and coins in an economy. ഇക്കോണമിയിലുള്ള ഏതെങ്കിലും രണ്ട് ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം അല്ലേ, ഇലക്ട്രോണിക് ബാങ്കിങ് നമ്മുടെ എക്സാമ്പിൾ ആണ്. NEFT അല്ലേ, NEFTയും നമ്മുടെ ഇലക്ട്രോണിക് ബാങ്കിങ്സ് എല്ലാം നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇതെല്ലാം മോഡേൺ ബാങ്കിങ്, നമ്മുടെ ബാങ്കിങ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സോ ആ ചാപ്റ്ററിലെ ഇങ്ങനത്തെ പാർട്ടൊക്കെ ഒന്ന് നന്നായി സ്ട്രെസ് ചെയ്ത് പഠിക്കുക കേട്ടോ. ചിലപ്പോൾ ചെറിയ ഷോർട്ട് നോട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. Then the 33rd question നോക്കിക്കോളൂ. Some points are marked in the following linear demand curve. Mark the correct value of price elasticity of demand corresponding to each other. Okay, ഒരു ഡിമാൻഡ് കർവ് തന്നിട്ടുണ്ട്. ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇലാസ്റ്റിസിറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഇലാസ്റ്റിസിറ്റി മാർക്ക് ചെയ്തതിന്റെ കറക്റ്റ് പേരുകൾ പറയാനാണ് പറയണേ. ABCD ഇതിന്റെ വാല്യൂസ് മാർക്ക് ചെയ്യണം അല്ലേ. നമുക്കറിയാം ഒരു ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ. ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും, ഇത് A, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് B, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് C, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് D, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് D. ഇവിടെ ഒരു പോയിന്റ് മിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. C എപ്പോഴും എന്താണ്? ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1 ആണ് അല്ലേ. ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1. അതിനെയാണ് നമ്മൾ യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, A എന്താണ്? ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇലാസ്റ്റിസിറ്റി എന്താണ്? ഇൻഫിനിറ്റി ആണ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. E എന്താണ്? ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു 0 ആണ്, അത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. അപ്പൊ ഏറ്റവും മുകളിൽ എന്താണ്? നമ്മുടെ ഇൻഫിനിറ്റി പോയി, ഏറ്റവും താഴെ നമുക്ക് 0 വന്നു, നടുക്ക് ഏതാണ്? 1 വന്നു. ഇനി ഇതിന്റെ ഇടയിൽ ആരാ ഉള്ളേ? B ഉണ്ട് അല്ലേ. ഇത് ഒന്നിനേക്കാൾ മുകളിലാണ് നിൽക്കണത്. സോ ബിയുടെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. ഇതെന്താ? 0 ആണ് അല്ലേ. അപ്പൊ ദിസ് ഈസ് ഓൾവേസ് ലെസ് ദാൻ 1 ആണ്. 1ന്റെ മുകളിലുള്ളത് ഗ്രേറ്റർ ദാൻ 1ഉം അതിനെ ഇലാസ്റ്റിക് എന്നും, 1ന്റെ താഴെ ഉള്ളത് ലെസ് ദാൻ 1 അതിനെ ഇൻഇലാസ്റ്റിക് എന്നും പറയും. ഏറ്റവും മുകളിലുള്ള രണ്ടുപേര് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കും ഇൻഇലാസ്റ്റിക്കും. പിന്നെ ഇത് യൂണിറ്ററി, ഇത് ഗ്രേറ്റർ ദാൻ 1, ഇത് ലെസ് ദാൻ 1. ഓക്കെ, അപ്പോൾ ഈ കൺസെപ്റ്റ് നന്നായി പഠിച്ചോളാം. ഇതിന്റെ ഗ്രാഫുകൾ നമുക്കുണ്ട് അല്ലേ. യൂണിറ്ററി ഇലാസ്റ്റിസിറ്റിയുടെ ഒക്കെ നമ്മൾ ഇങ്ങനെ ഗ്രാഫ് പഠിക്കുന്നുണ്ട്. അങ്ങനത്തെ ഇമേജും ഇതിന്റെ പഠിച്ചു വെച്ചോളാം കേട്ടോ. ദെൻ what do you mean by market equilibrium? Market equilibrium എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? We know that the market equilibrium is a situation where there happens the equal point of the market demand and market supply. അല്ലേ, മാർക്കറ്റ് ഡിമാൻഡും മാർക്കറ്റ് സപ്ലൈയും കൂട്ടിമുട്ടുന്ന ഒരു പോർഷനെയാണ് നമ്മൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ആണല്ലോ. This is our demand curve D. This is our supply curve yes. സോ ഇതാണ് നമ്മുടെ E എന്നുള്ള മാർക്ക് ചെയ്ത പൊസിഷൻ ആണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ്. ഇതില് ഈ ഇക്വിലിബ്രിയം പോയിന്റിൽ മാർക്കറ്റ് കൊടുക്കുന്ന പ്രൈസിനെ നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്നും, ഈ ഇക്വിലിബ്രിയം പോയിന്റിൽ നമ്മുടെ മാർക്കറ്റ് കൊടുക്കുന്ന ക്വാണ്ടിറ്റിയെ നമ്മൾ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്നും പറയുന്നു. ഓക്കെ, അപ്പൊ ഇത്ര എഴുതിയാൽ മതി. മാർക്കറ്റ് ഇക്വിലിബ്രിയം ചോദിച്ചാൽ MS ഈക്വൽ ടു MD ആണ്. ഇവിടെ മാർക്കറ്റ് സപ്ലൈ ഓൾവേസ് വിൽ ബി ഈക്വൽ ടു മാർക്കറ്റ് ഡിമാൻഡ് ആണ്. ഇവിടെ പ്രൈസ് ആണ് ഇക്വിലിബ്രിയം പ്രൈസും, ഇതിൽ വരുന്ന ക്വാണ്ടിറ്റിയെ നമ്മൾ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്നും പറയുന്നു. ഈക്വൽ മനസ്സിലായില്ലേ? ഇത് ഈക്വൽ ആയി പോണം കേട്ടോ. Then the 5th question നോക്കിക്കോളൂ. Explain intermediate good. Very important part. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. Explain intermediate good with example. എന്താണ് ഒരു ഇന്റർമീഡിയറ്റ് ഗുഡ് എന്നാണ് ചോദ്യം. എന്താണ് ഒരു ഇന്റർമീഡിയറ്റ് ഗുഡ്? Yes, a good is said to be an intermediate good because that good can be used as a raw material for making some other goods. അല്ലേ, ഏതെങ്കിലും ഒരു ഗുഡ് നമ്മൾ വേറൊരു ഗുഡ് ഉണ്ടാക്കാൻ വേണ്ടി അതിനെ നമ്മൾ റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗുഡ് ദാറ്റ് ക്യാൻ ബി ഫർദർ പ്രോസസ്ഡ് ഫോർ മേക്കിംഗ് സം അതർ ഗുഡ്, ദാറ്റ് ഈസ് നോൺ ആസ് ഇന്റർമീഡിയറ്റ് ഗുഡ്. ഫോർ എക്സാമ്പിൾ വീറ്റ് അല്ലേ, നമ്മുടെ ഗോതമ്പ് എന്താണ്? ആക്ച്വലി ഒരു ഇന്റർമീഡിയറ്റ് ഗുഡാണ്. കാരണം നമുക്ക്
ഇപ്പൊ ചപ്പാത്തി ഉണ്ടാക്കണം. ചപ്പാത്തി നമ്മുടെ എന്താണ്, നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് ആണ് ചപ്പാത്തി അല്ലേ. ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ നമ്മുടെ ഗോതമ്പ് എന്താണ്, ഒരു ഇന്റർമീഡിയറ്റ് ഗുഡ് ആണ്. ഓക്കെ, സോ ഗുഡ് യൂസ്ഡ് ആസ് ആൻ ഇൻപുട്ട് ഫോർ പ്രൊഡ്യൂസിങ് ന്യൂ ഗുഡ്സ് ആർ കോൾഡ് ഇന്റർമീഡിയറ്റ് ഗുഡ്. ഒരു ഗുഡ് അത് നമ്മൾ വേറൊരു ഗുഡ്, ഇപ്പോൾ നമ്മുടെ മരം, നമ്മൾ ചെയർ ഉണ്ടാക്കാൻ മരം യൂസ് ചെയ്യണു. സോ ഇവിടെ വുഡ് എന്താണ്, ഒരു ഇന്റർമീഡിയറ്റ് ഗുഡ് ആണ്. ബിക്കോസ് ആ ചെയർ മാനുഫാക്ചറിങ് കമ്പനി ഈ യൂസിങ് ദിസ് വുഡ് ആസ് ദെയർ റോ മെറ്റീരിയൽ അല്ലെ, അവരുടെ റോ മെറ്റീരിയൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ വീറ്റ് ഈസ് ആൻ ഇന്റർമീഡിയറ്റ് ഗുഡ് ഫോർ എ ബ്രെഡ് മേക്കിംഗ് കമ്പനി. റൈറ്റ്. Diagrammatically explain flexible exchange rate system. Another important part ആണ്. We know that what is exchange rate system? The currency എന്താണ്, ഏതെങ്കിലും ഒരു currency that can be exchanged in terms of another currency. For example, Indian rupee can be exchanged with a US dollars അല്ലേ. ഇന്ത്യൻ റുപ്പിയെ നമ്മൾ അമേരിക്കൻ ഡോളേഴ്സുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. എക്സ്ചേഞ്ച് റേറ്റ് ആർ മെയിൻലി 3 ടൈപ്സ് ഉണ്ട്. ഫ്ലെക്സിബിൾ ഉണ്ട്, ഫിക്സഡ് ഉണ്ട് ആൻഡ് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് അല്ലേ, അങ്ങനത്തെ ഒരു ഇതുണ്ട്. സോ ഇവിടെ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. എന്താണ് ഒരു ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെസ്, a flexible exchange rate system. In a flexible exchange rate system, the exchange rate is determined by ആരാണ് ഇവിടെ exchange rate തീരുമാനിക്കുന്നത്? മാർക്കറ്റ് ഫോഴ്സസ് ആണ്. മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡും സപ്ലൈയും ആണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഡിമാൻഡും സപ്ലൈയും ഗ്രാഫിക്കൽ മെത്തേഡ് കാണിക്കാൻ പറഞ്ഞാൽ എന്താണ്, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സപ്ലൈ, ഇതാണ് നമ്മുടെ ഡിമാൻഡ്. ഇത് കൂടാം, ഇത് ഇങ്ങോട്ടും വരാം, ഇത് ഇങ്ങോട്ടും വരാം. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റുക, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം വരയ്ക്കാൻ പറ്റുക. ജസ്റ്റ് ഡിമാൻഡും സപ്ലൈയും വരച്ചിട്ട് ആ എക്സ്ചേഞ്ച് റേറ്റ് കാണിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഫിക്സഡും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫിക്സഡും നന്നായി പഠിച്ചു വെച്ചോളാം. അവിടെ ഫിക്സഡിൽ ആരായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കണത്? ഗവൺമെൻറ് ആണ്. ഓക്കെ, മാനേജറിൽ എന്താണ്, രണ്ടാളും കൂടെ മിക്സ് ആണ്. അപ്പോൾ അത് രണ്ട് കാര്യങ്ങളും നോക്കി വെക്കണം. അപ്പോൾ ഫ്ലെക്സിബിളിൽ മാർക്കറ്റാണ്. ഫൈൻ. Then modern macroeconomics is the offshoot of the Great Depression of 1929. Write any 3 points to support the statement. ഏതെങ്കിലും 3 പോയിന്റ് എഴുതി ഈ സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാനാണ് പറയുന്നത്. നമുക്കറിയാം അല്ലേ, the statement is true because before 1929, 1929 മുമ്പ് ക്ലാസിക്കൽ ഇക്കണോമിക്സ് ആണ് പ്രിവൈൽ ചെയ്ത് നിന്നത് അല്ലേ. ക്ലാസിക്കൽ ഇക്കണോമിക്സ് ആണ് നമ്മുടെ ഇക്കോണമിയിൽ ഉണ്ടായിരുന്നത്. അവരെന്ത് പറഞ്ഞു? ഇക്കോണമിയിൽ ഫുൾ എംപ്ലോയ്മെന്റ് ആണ് എന്ന് പറഞ്ഞു. ഇക്കോണമിയിൽ എന്താണെന്ന് പറഞ്ഞു? ഇക്കോണമിയിൽ ഫുൾ എംപ്ലോയ്മെന്റ് ആണ്. അതേപോലെ തന്നെ അവർ വേറെന്തും കൂടെ പറഞ്ഞു? ഗവൺമെന്റ് ഇന്റർവെൻഷൻ വേണ്ട, ഗവൺമെന്റ് ഇന്റർവെൻഷൻ വേണ്ട, മാർക്കറ്റ് മതി എന്ന് പറഞ്ഞു അല്ലേ. മാർക്കറ്റ് മതി എന്ന് പറഞ്ഞു. ഇതാണ് ക്ലാസിക്കൽ ഇക്കണോമിക്സുകാർ പറഞ്ഞത്. പക്ഷേ 1929 എന്ത് വന്നു? ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ വന്നു. ഈ 1929 ഗ്രേറ്റ് ഡിപ്രഷൻ വന്നപ്പോൾ ഒബ്വിയസ്ലി അവിടെ എന്ത് സംഭവിച്ചു? നമ്മുടെ എല്ലാ കണക്കുകൂട്ടലും തെറ്റിക്കൊണ്ട് അൺഎംപ്ലോയ്മെന്റ് വന്നു. ഇക്കോണമിയിൽ അൺഎംപ്ലോയ്മെന്റ് വന്നു. മാർക്കറ്റിന് കാര്യങ്ങൾ ഒന്നും തീരുമാനിക്കാൻ പറ്റിയില്ല. ഗവൺമെന്റ് വേണ്ടി വന്നു, ഗവൺമെന്റ് ഇന്റർവെൻഷൻ വന്നു. അങ്ങനെയാണ് എന്ത് വന്നത്? മാക്രോ ഇക്കണോമിക്സ് ഡെവലപ്പ് ചെയ്തത്. അപ്പം 1936 ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന ബുക്ക് നമ്മുടെ കെയ്ൻസ് എഴുതിയത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരുന്നു. അപ്പം ഇത് ഇൻട്രൊഡക്ഷൻ ടു മാക്രോ ഇക്കണോമിക്സ് എന്നുള്ള ചാപ്റ്റർ ആണ്. ജസ്റ്റ് അതൊന്ന് തിയറിറ്റിക്കലി എഴുതാൻ പഠിക്കാം. ഫൈൻ. Then choose the correct from the following. GNP equal to GDP minus net factor income from abroad. GNP equal GDP minus depreciation. GNP equal GDP plus depreciation. GNP equal GDP plus net factor from abroad. ഇതിൽ GNP എന്താണ്? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ് അല്ലേ. GNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഈ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൽ 2 കാര്യങ്ങൾ കൂടുമ്പോഴാണ് നാഷണൽ പ്രൊഡക്റ്റ് ആവണം. അത് ആരൊക്കെയാണ്? GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. ഓക്കെ, GDP പ്ലസ്
നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? GDP പ്ലസ് NFIA ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഈ കൺസെപ്റ്റുകൾ ഉണ്ടല്ലോ, NNP MP എന്താണ്, GDP MP എന്താണെന്നൊക്കെ ഉള്ള കൺസെപ്റ്റ് അല്ലേ, അതെല്ലാം ഇതേപോലെ പഠിച്ചു വെച്ചോളാം. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഏകദേശം കണ്ട എല്ലാം ഒരേപോലെ ഉണ്ടാവും. അപ്പൊ അത് നന്നായിട്ട് പഠിച്ചോളാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇരിക്കൂ. അപ്പോഴേക്കും നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. ചെറിയൊരു ബ്രേക്ക്, ഒരു 2 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് ടീച്ചർ വരാം. അപ്പോൾ അപ്പോഴേക്കും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിരിക്കൂ കേട്ടോ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എക്സാം പോയിന്റ്. അപ്പോൾ നമ്മുടെ 39th ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ലിസ്റ്റ് ഔട്ട് 2 ഫീച്ചേഴ്സ് ഓഫ് പബ്ലിക് ഗുഡ്. ഹൗ ഡസ് പ്രൈവറ്റ് ഗുഡ് ഡിഫർ ഫ്രം പബ്ലിക് ഗുഡ്? ഗീവ് 2 അപ്രോപ്രിയേറ്റ് എക്സാമ്പിൾസ് ഫോർ ഈച്ച്. ഓക്കെ, എന്താണ് പബ്ലിക് ഗുഡ്, എന്താണ് പ്രൈവറ്റ് ഗുഡ്, രണ്ടിന്റെയും എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. പബ്ലിക് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫീച്ചർ എന്താണ്? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് നോൺ റൈവൽ ആൻഡ് നോൺ എക്സ്ക്ലൂഡബിൾ അല്ലെ. ഇത് എന്താണ്? ഇത് നോൺ റൈവലും അതേപോലെ തന്നെ നോൺ എക്സ്ക്ലൂഡബിളും ആണ്. നോൺ റൈവൽ ആൻഡ് നോൺ എക്സ്ക്ലൂഡബിൾ അല്ലെ. ഒരാളുടെ യൂസ് മറ്റൊരാളുടെ യൂസിനെ എഫക്ട് ചെയ്യുന്നില്ല. How does private good is different from public good? Because private good എന്താണ്? That is it is rival and excludable. എൻ്റെ യൂസേജ് മറ്റൊരാളുടെ യൂസേജിനെ എഫക്റ്റ് ചെയ്യുന്നു. So it is rival and also it is excludable ആണ്. Okay. Give 2 appropriate examples for each. ഇതിന്റെ എക്സാമ്പിൾ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ പബ്ലിക് ഗുഡിന്റെ എക്സാമ്പിൾ നമുക്ക് ഏത് എഴുതാം? That is public wells അല്ലെ. പബ്ലിക് ഗുഡിന്റെ എക്സാമ്പിൾ ആണ് പബ്ലിക് വെൽ ഒക്കെ പറയുന്നത്. പ്രൈവറ്റ് ഗുഡിന്റെ എക്സാമ്പിൾ ആണ് ഏതെന്ന് പറയണത്? കാറ്. ഓക്കെ, കാറൊക്കെ ഏതിന്റെ എക്സാമ്പിൾ ആണ്? കാറ്. ക്ലോത്തിങ് ഒക്കെ ഏതിന്റെ എക്സാമ്പിൾ ആണ്? പ്രൈവറ്റ് ഗുഡിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ ഒരു മേജർ പാർട്ടും നോക്കി വെക്കണം കേട്ടോ. മൈക്രോ ഇക്കണോമിക്സ് ഇസ് ഓൾസോ നോൺ ആസ് ഡാഷ്. മൈക്രോ ഇക്കണോമിക്സിനെ എന്തെന്നും കൂടെ അറിയും? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രൈസ് തിയറി അല്ലേ. മൈക്രോ
മൈക്രോ ഇക്കണോമിക്സിനെ എന്തെന്നും കൂടെ പറയും? പ്രൈസ് തിയറി എന്ന് പറയും. മാക്രോ ഇക്കണോമിക്സ് ഇസ് നോൺ ആസ് ഇൻകം തിയറി. ഓക്കെ, അപ്പൊ മൈക്രോ ഇക്കണോമിക്സ് ഇസ് നോൺ ആസ് പ്രൈസ് തിയറി. ഡിമാൻഡ് തിയറി അല്ല, കോസ്റ്റ് തിയറിയും അല്ല. ഇതിന് എന്ത് തിയറി എന്നാണ് നമ്മൾ പറയുന്നത്? പ്രൈസ് തിയറി എന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്രാവശ്യം ചിലപ്പോൾ ചോദിക്കാം ഇൻകം തിയറി എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ദാറ്റ് ഈസ് മാക്രോ ഇക്കണോമിക്സ് ആണ് കേട്ടോ. Then the 41st question, what is the difference between ex ante and ex post investment? Ex ante investment ഉം ex post investment എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് ആൻറ്റി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആന്റിസിപ്പേറ്റഡ് ആയിട്ട് നേരത്തെ മുൻകൂട്ടി കണക്കാക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റിനെയാണ് എക്സ് ആൻറ്റി എന്ന് പറയുന്നത്, ബിഫോർ. ഓക്കെ, എക്സ് പോസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? ആഫ്റ്റർ. ഓക്കെ, ആ ഇവന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ചെക്കിംഗ് അല്ലെങ്കിൽ ആഫ്റ്റർ റിയലൈസേഷൻ ഓഫ് ഫാക്റ്റിനെയാണ് നമ്മൾ എക്സ് പോസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ടീച്ചർ എഴുതണ്ടല്ലോ, ടീച്ചർക്ക് അറിയാം നമുക്ക് സമയം കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടാണ് ടീച്ചർ ഒന്ന് സ്പീഡാക്കണേ കേട്ടോ. ദെൻ നമ്മുടെ 42nd ക്വസ്റ്റ്യൻ എന്താ നോക്കാം. റൈറ്റ് ദ അപ്രോപ്രിയേറ്റ് ഇക്കണോമിക് ടേം ഫോർ ദി ഫോളോയിങ്. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, ഇതിന്റെ അപ്രോപ്രിയേറ്റ് ടേം എഴുതാനാണ് പറയുന്നത്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കൺസംഷൻ ആസ് ഇൻകം ചേഞ്ചസ്, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സേവിങ് ആസ് ഇൻകം ചേഞ്ച്. നമുക്കറിയാം ഇൻകം മാറുമ്പോൾ കൺസംഷൻ മാറുന്നു അല്ലേ? ചേഞ്ച് ഇൻ ഇൻകം വരുമ്പോൾ എന്താണ് മാറുന്നത്? കൺസംഷനിൽ മാറ്റം വരുന്നു. ഇൻകം കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ കൺസംഷനിൽ മാറ്റം വരുന്നതിന് നമ്മൾ എന്തെന്ന് പറഞ്ഞു? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, ദാറ്റ് ഈസ് ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ അല്ലേ? അങ്ങനെയാണെങ്കിൽ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സേവിങ് ആസ് ഇൻകം എന്തായിരിക്കും? MPS ആണ്. കാരണം ഇൻകം മാറുമ്പോൾ അവിടെ ആരാണ് മാറുന്നത്? സേവിങ് ആണ്. ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വൈ. ഓക്കെ, then the 43rd question, list the major sectors in an economy according to the macroeconomic point of view. Macroeconomic point of view ൽ വന്നാൽ നമ്മുടെ ഇക്കോണമിയിലെ ഏതൊക്കെ സെക്ടേഴ്സ് ഉണ്ട്? ഏതൊക്കെയാണ്? നമുക്കറിയാം ഫേം ഉണ്ട്, ഹൗസ് ഹോൾഡ് ഉണ്ട്, അതേപോലെ ബിസിനസ് സെക്ടർ, നമ്മുടെ ഗവൺമെന്റ് സെക്ടർ ഉണ്ട്, എക്സ്റ്റേണൽ സെക്ടർ. ഓക്കെ, ഫേംസ് ഓർ ബിസിനസ് സെക്ടർ, ഹൗസ് ഹോൾഡ്, ഗവൺമെന്റ് ആൻഡ് എക്സ്റ്റേണൽ സെക്ടർ. ഇവർ തമ്മിലുള്ള ഫ്ലോ ചാർട്ടും നമുക്കറിയാം, അതും നന്നായി പഠിച്ചു വെച്ചോളൂ കേട്ടോ. Then the 44th question, the curve showing a set of all possible combinations of the two factors input that give same level of output. 2 ഇൻപുട്ടുകൾ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് നമുക്ക് തരുന്നതിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് നോൺ ആസ് ഐസോകോണ്ട് അല്ലേ? ഇൻഡിഫറൻസ് കർവ് എന്തായിരുന്നു? 2 കോമ്പിനേഷൻ ഓഫ് ഗുഡ് ആണ്. പക്ഷെ ഇവിടെ നമ്മുടെ ചോദ്യം എന്താണ്? ഫാക്ടർ ഇൻപുട്ടുകളാണ്. ഫാക്ടർ ഇൻപുട്ടുകളാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്? ഐസോകോണ്ട് ആണ് കേട്ടോ. ഐസോകോണ്ട് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇങ്ങനെയാണ് നമുക്ക് ഐസോകോണ്ട് വരുന്നത്. സോ ദ ആൻസർ ഇസ് ഐസോകോണ്ട്. ഓക്കെ, then identify the type of economy or economic system. ഒരു ഇക്കണോമിക് സിസ്റ്റത്തിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. ഈ ഇക്കണോമിക് സിസ്റ്റം ഏതാ നോക്കാം കേട്ടോ. The basic economic problems regarding the allocation of resources are solved through price mechanism. ഓക്കെ, പ്രൈസ് മെക്കാനിസത്തിലൂടെ നമ്മുടെ റിസോഴ്സസിന്റെ നമ്മുടെ എക്കണോമിക് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഏത് ഇക്കോണമിയാണ്? ദാറ്റ് ഈസ് മാർക്കറ്റ് ഇക്കോണമിയാണ് അല്ലേ? നമ്മുടെ ഓപ്ഷനിൽ മാർക്കറ്റ് ഇക്കോണമി ഇല്ലേ? ഉണ്ട്. ദാറ്റ് ഈസ് മാർക്കറ്റ് ഇക്കോണമി ആണ്. കാരണം സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്. മിക്സഡിൽ ഇവര് 2 പേരുമാണ്. നൺ ഓഫ് ദ എബോവ് ഓപ്ഷൻ അല്ല. മാർക്കറ്റ് ഇക്കോണമി ആണ് പ്രൈസ് മെക്കാനിസത്തിലൂടെ എന്ത് തീരുമാനിക്കുന്നത്? നമ്മുടെ മാർക്കറ്റിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, then the 46th question ട്ടോ. When the price of the apple increased by 20%, the quantity supply of the apple increased by 30%. Calculate the price elasticity of supply. ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ആപ്പിളിന്റെ പ്രൈസ് 20% മാറിയപ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈ 30% കൂടി. അപ്പോൾ നമുക്ക് കാണേണ്ടത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ആണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് അല്ലേ? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ആണ്. അപ്പൊ നമ്മുടെ പ്രൈസ് ഇവിടെ എത്രയാണ് വരുന്നത്? ക്വാണ്ടിറ്റി
ക്വാണ്ടിറ്റിയിലുള്ള മാറ്റം ദാറ്റ് ഈസ് 30% ആണ്. 30 ബൈ പ്രൈസിൽ വന്ന മാറ്റം എത്രയാണ്? 20 ആണ്. സോ ദ ആൻസർ ഇസ് 1.5 അല്ലേ? 30 ഡിവൈഡഡ് ബൈ 20 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു? 1.5 ആണ് വന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ. The point on the supply curve at which the firm earns only normal profit is called. Supply curve-ന്റെ ഏത് പോയിന്റിൽ എത്തുമ്പോഴാണ് ഒരു ഫേമിന് നോർമൽ പ്രോഫിറ്റ് കിട്ടണേന്നാണ്. നമുക്കറിയാം നോർമൽ പ്രോഫിറ്റ് കിട്ടുന്നത് ഏത് പോയിന്റിലാണ്? ബ്രേക്ക് ഈവൻ പോയിന്റിലാണ് അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് നമുക്ക് വന്നിരിക്കുന്നത്. The answer is break even point. Okay. The Great Depression of 1929 affected the countries of Europe and North America. Which of the following is the outcome of the depression? എന്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഡിപ്രഷൻ വന്നതെന്നാണ് നമുക്ക് പറയുന്നത്. ഇൻക്രീസ് ഇൻ ദി GDP ഓഫ് ഗ്രോത്ത് റേറ്റ്, ഇൻക്രീസ് ഇൻ ദ എംപ്ലോയ്മെന്റ് റേറ്റ്, ഇൻക്രീസിംഗ് ഇൻ ദ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, ഇൻക്രീസ് ഇൻ ദ പെർ ക്യാപിറ്റ ഇൻകം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രേറ്റ് ഡിപ്രഷൻ വന്നപ്പോൾ അതിന്റെ ഔട്ട്കം എന്തായിരുന്നു? അൺഎംപ്ലോയ്മെന്റ് കൂടി അല്ലേ? ലോകമെമ്പാടുമുള്ള അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ് കൂടിയത്. സോ ദ ആൻസർ ഈസ് ഇൻക്രീസ് ഇൻ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. ഓക്കെ, നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റിൽ മാറ്റം വന്നു. കൺസിഡർ ദ ഐറ്റംസ് ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ മോസ്റ്റ് ലൈക്ലി മാർക്കറ്റ് സിറ്റുവേഷൻ ഇൻ വിച്ച് ദേ ആർ പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ഓയിൽ പ്രൊഡ്യൂസിംഗ് ഇൻഡസ്ട്രി ആൻഡ് ഇന്ത്യൻ റെയിൽവേ. ഇത് രണ്ടും എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഏത് മാർക്കറ്റിന്റെ എക്സാമ്പിൾ ആണ് എന്നാണ് ചോദ്യം. ഏതാണ്? ഓയിൽ പ്രൊഡ്യൂസിംഗ് ഇൻഡസ്ട്രി. ഓയിൽ പ്രൊഡ്യൂസിംഗ് ഇൻഡസ്ട്രി ഏത് മാർക്കറ്റിന്റെ എക്സാമ്പിൾ ആണ്? ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഒളിഗോപോളി മാർക്കറ്റ് അല്ലേ? ഒളിഗോപോളി ഈസ് ദ മാർക്കറ്റ് സിറ്റുവേഷൻ വേർ ദർ ഈസ് ഓൺലി ഫ്യൂ സെല്ലേഴ്സ് ഓഫ് ദ മാർക്കറ്റ്. Indian Railway is the example of monopoly market. അല്ലേ? Monopoly is the market situation where there is only single seller of a commodity. Fine. Then 50th question നോക്കൂ കേട്ടോ. Calculate the value of multiplier. Multiplier വാല്യൂ കാണാനാണ് പറയുന്നത്. MPC തന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ കാണണം. വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ കാണാൻ 1/1 മൈനസ് MPC ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1/1 മൈനസ് ഇവിടെ എത്രയാണ് തന്നിരിക്കണേ? 0.2 ആണ് അല്ലേ? 0.2 ഇത് ചെയ്യുമ്പോൾ ഉത്തരം കിട്ടും. ഓക്കെ, രണ്ടാമത്തെ എത്രയാണ്? 0.5 ആണ് അല്ലേ? അപ്പൊ എന്ത് വരും? 1/1 മൈനസ് 0.5. അപ്പൊ ഇത് ചെയ്യുമ്പോഴും നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഇതിന്റെ ഉത്തരം കിട്ടും. നെക്സ്റ്റ് വന്ന എത്രയാണ്? 0.8 ആണ് അല്ലേ? അപ്പൊ 1/1 മൈനസ് 0.8 ഇത് ചെയ്യുമ്പോഴും നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ കാണാൻ എന്തായാലും ചോദിക്കും. ഷുവർ ആയിട്ടും പ്രോബ്ലത്തിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. Mention two motives behind the demand for money. Okay, demand for moneyയുടെ രണ്ട് motives explain ചെയ്യാനാണ് പറയുന്നത്. We know that there is mainly three motives. മൂന്ന് motives ഉണ്ട്. ഏതൊക്കെയാണ്? One is transactive motive. ഒന്ന് transactive motive ഉണ്ട്. രണ്ടാമത്തെ ഏതാണ്? Precautionary motive. മൂന്നാമത്തെ ഏതാണ്? Third one is speculative motive അല്ലേ? സ്പെക്യുലേറ്റീവ് മോട്ടീവ്. അങ്ങനെയാണെങ്കിൽ ട്രാൻസാക്റ്റീവ് മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പീപ്പിൾ വിൽ ഹോൾഡ് മണി ഫോർ ദ ട്രാൻസാക്ഷൻ പർപ്പസ് അല്ലേ? ജനങ്ങളെ കയ്യിൽ കാശ് വെക്കുന്നത് എന്തിനാണ്? ഫോർ ദ ട്രാൻസാക്ഷൻ പർപ്പസ്. പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പീപ്പിൾ വിൽ ഹോൾഡ് മണി ഫോർ മീറ്റ് ദ അൺഎക്സ്പെക്റ്റഡ് ഇവന്റ്സ് അല്ലെ? പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ചെലവാക്കാൻ വേണ്ടി ജനങ്ങൾ എന്ത് ചെയ്യും? കാശ് കയ്യിൽ വെക്കണതിന് പ്രിക്വേഷണറി മോട്ടീവ്, പ്രിക്വേഷൻ അല്ലെ? പ്രിക്വേഷണറി മോട്ടീവ് എന്ന് പറയും. അപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ രണ്ടെണ്ണം എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാവും അല്ലെ? ട്രാൻസാക്റ്റീവ് മോട്ടീവ്സും പറഞ്ഞു, അതേപോലെ തന്നെ പ്രിക്വേഷണറി മോട്ടീവ്സും പറഞ്ഞു. Then calculate tax multiplier. One MPC is 0.8. MPC 0.8 ആണെങ്കിൽ ടാക്സ് മൾട്ടിപ്ലയർ കണക്കാക്കാനാണ് പറയുന്നത്. എങ്ങനെയാണ് ടാക്സ് മൾട്ടിപ്ലയർ കണക്കാക്കുക? മൈനസ് MPC ബൈ 1 മൈനസ് MPC. ഈ ഇക്വേഷൻ ഓർക്കുക കേട്ടോ. ടാക്സ് മൾട്ടിപ്ലയർ കാണാനുള്ള ഫോർമുല എന്താണ്? മൈനസ് MPC ബൈ 1 മൈനസ് MPC, which means മൈനസ് 0.8 ബൈ 1 മൈനസ് 0.8. അപ്പൊ എന്ത് വരും? മൈനസ് 0.8 ബൈ 1 0.2 വരും അല്ലേ? ആൻസർ ഇസ് -4. ഓക്കെ, അപ്പോ MPC തന്നിട്ടുണ്ട്,
കാണേണ്ടത് ടാക്സ് മൾട്ടിപ്ലയർ ആണ്. അപ്പൊ ഇക്വേഷൻ എന്താണ്? -MPC/1 - MPC ആണ്. മറ്റേടെ നമുക്ക് സാധാ മൾട്ടിപ്ലയർ ആയിരുന്നു, ദാറ്റ് ഈസ് 1/1 - MPC. ക്ലിയർ ആയില്ലേ? Distinguish between centrally planned economy and market economy. Centrally planned economy-യും മാർക്കറ്റ് ഇക്കോണമിയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനാണ് പറയുന്നത്. നേരത്തെ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തു അല്ലേ? എന്തായിരുന്നു ഒരു സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി? സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി ഈസ് ഓൾസോ നോൺ ആസ് സോഷ്യലിസ്റ്റിക് ഇക്കോണമി അല്ലേ? ഇവിടെ ആരാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്? ഗവൺമെന്റ് ആണ്. മാർക്കറ്റ് മെക്കാനിസംസ് എല്ലാം, മാർക്കറ്റിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ആളാരാണ്? ഗവൺമെന്റ് ആയിരുന്നു. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഇക്കണോമിക് സിസ്റ്റം വെർ ഓൾ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ അണ്ടർ ഓണർഷിപ്പ് ഓർ ദ കൺട്രോൾ ഓഫ് ദി ഗവൺമെന്റ്. ഓക്കെ, എല്ലാ മീൻസ് ഓഫ് കൺട്രോൾ ആരെയിലായിരുന്നു? ഗവൺമെന്റിന്റെ കൺട്രോളിലായിരുന്നു. Centralized planning, public welfare, public sector are the important features of the centrally planned economy. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഇക്കോണമി ഓർ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ആരുടെ കയ്യിലായിരിക്കും? ഇറ്റ് വാസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ മാർക്കറ്റ്. ഓക്കെ, മാർക്കറ്റിന്റെ കൺട്രോളിലായിരിക്കും. Okay, fine. It was under the ownership of private individuals. Price mechanism, private sector, profit motives ഒക്കെ ആയിരിക്കും ഇവരുടെ ലക്ഷ്യം. ഇവരുടെ ലക്ഷ്യം എന്താണ്? സോഷ്യൽ വെൽഫെയർ ആണ്. അപ്പൊ അങ്ങനെയും ചോദ്യം ചോദിക്കാം. പ്രോഫിറ്റ് ആരുടെയാണ്? മാർക്കറ്റ് ആണ്. സോഷ്യൽ വെൽഫെയർ ആരുടെയാണ്? സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയുടെയാണ്. ഓക്കെ, then the 54th question. Distinguish between microeconomics and macroeconomics. സിമ്പിൾ ആണ് അല്ലേ? എന്താണ് മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറയാം? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ യൂണിറ്റ്. മൈക്രോ ഇക്കണോമിക്സ് എന്തൊക്കെ പറയാൻ പറ്റും? മൈക്രോ ഇക്കണോമിക്സും ഉണ്ട്, മാക്രോ ഇക്കണോമിക്സും ഉണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ അല്ലേ? ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ്. ഇതെന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് വോൾ യൂണിറ്റ് ആണ്. എല്ലാവരെ കുറിച്ചുള്ള പഠനമാണ്. ഇതിനെ നമ്മൾ പ്രൈസ് തിയറി എന്നറിയപ്പെടുന്നു. ഇതിനെ നമ്മൾ പ്രൈസ് തിയറി എന്നറിയപ്പെടുമ്പോൾ ഇതിനെ നമ്മൾ ഇൻകം തിയറി എന്നാണ് വിളിക്കുന്നത് അല്ലേ? ഇത് പാർഷ്യൽ ഇക്വിലിബ്രിയം ആണ്. ഇപ്പുറത്ത് വരുമ്പോൾ അതെന്താവും? ഇറ്റ് ഈസ് നോൺ ആസ് ജനറൽ ഇക്വിലിബ്രിയം. ഇത് ജനറൽ ഇക്വിലിബ്രിയം ആണ്. ഇത് പാർഷ്യൽ ഇക്വിലിബ്രിയം, ഇത് ജനറൽ ഇക്വിലിബ്രിയം. ഇതിൽ ഇൻഡിവിജ്വൽ സേവിങ്, ഇൻഡിവിജ്വൽ ഇൻകം ആണെങ്കിൽ ഇതിലെന്താണ്? അഗ്രിഗേറ്റ് സേവിങ്, അഗ്രിഗേറ്റ് ഇൻകം ഒക്കെ. അപ്പം ഇത് ബോക്സ് ആയിട്ട് തന്നെ എഴുതിയാൽ മതി. എക്സാമിന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറഞ്ഞാലും കഥ പോലെ എഴുതണ്ട, ജസ്റ്റ് ബോക്സ് വരച്ച് നോട്ട് ചെയ്തിട്ടാൽ മതിയാവും കേട്ടോ. Then the 55th question. List the characteristics of a monopoly market. Okay, monopoly marketന്റെ characteristics ലിസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ draw the average revenue and marginal revenue curve of the monopoly market. monopoly marketന്റെ average revenue curveും marginal revenue curveും വരയ്ക്കുകയും വേണം. അപ്പോൾ monopoly market എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, it is the market structure where there is only a single seller of the commodity. ഒരു സെല്ലർ മാത്രമേ അവിടെയുള്ളൂ. പിന്നെ അവിടെ എന്തില്ല? ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല അല്ലെ? ഒറ്റ സെല്ലറാണ് അവർ വിൽക്കുന്നത്, അവരുടെ മാത്രം പ്രോപ്പർട്ടിയാണ്. ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. ഫ്രീ എൻട്രി ആൻഡ് ഫ്രീ എക്സിറ്റ് ഇല്ല. എന്തില്ല? ഫ്രീ എൻട്രി ആൻഡ് ഫ്രീ എക്സിറ്റ് ഇല്ല. Then monopolists have the complete control over the supply. ആ വിൽക്കുന്ന ആൾക്ക് മാത്രമാണ് എല്ലാ കൺട്രോളും ഉള്ളത് അല്ലേ? Here firm and industry is same. ആ ഒറ്റ സിംഗിൾ സെല്ലർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫേമും ഇൻഡസ്ട്രിയും എന്താണ്? സെയിം ആണ്. ഫേമും ഇൻഡസ്ട്രിയും ഈക്വൽ ആണ്, സെയിം ആണ്. ഫൈൻ. അപ്പൊ ഇതിന്റെ ആവറേജ് റവന്യൂ കർവും മാർജിനൽ റവന്യൂ കർവും കൂടെ എന്ത് ചെയ്യാനാണ് പറയുന്നത്? നമ്മളടുത്ത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ആവറേജ് റവന്യൂ കർവും മാർജിനൽ റവന്യൂ കർവും വരയ്ക്കാൻ നോക്കാം. മൊണോപോളി മാർക്കറ്റ് ആണ് അല്ലെ? മൊണോപോളി മാർക്കറ്റിന്റെ AR ഇങ്ങനെയും MR താഴോട്ടുമായിരിക്കും. ഫൈൻ. ARും MRും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ് മൊണോപോളി മാർക്കറ്റിനുള്ളത്. വൈ? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇഫ് ദേ വാണ്ട് ടു സെൽ മോർ യൂണിറ്റ്, കൂടുതൽ യൂണിറ്റ് അവർക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എന്ത് സംഭവിക്കണം? പ്രൈസ് കുറയ്ക്കണം. Okay, if they want to sell more unit, they want to reduce their price. Price കുറയ്ക്കണം. അതുകൊണ്ടാണ് ARും MRും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റും മനസ്സിൽ വെച്ചോളൂ കേട്ടോ. Then write down the two features of perfect competition. പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ രണ്ട് ഫീച്ചേഴ്സ് എഴുതാനാണ് പറയുന്നത്. എന്താണ്
പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സ്? യെസ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് ദ മാർക്കറ്റ് സ്ട്രക്ചർ വിത്ത് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് അല്ലേ? ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ട്. ഫ്രീ എൻട്രി ആൻഡ് ഫ്രീ എക്സിറ്റ് ആണ്. അവർ ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആണ് കൊടുക്കുന്നത് അല്ലെ? ഇതൊക്കെ നമുക്ക് എഴുതാം അല്ലേ? പെർഫെക്റ്റ് നോളേജ് ആണ്. ഫ്രീ മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. 5-6 കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞു, ഇതിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. അപ്പോൾ ഫ്രീ എൻട്രി ആൻഡ് ഫ്രീ എക്സിറ്റ്, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ഇത് എഴുതിയ കാര്യം കഴിഞ്ഞു കേട്ടോ. ഓക്കെ, then the 57th question, equilibrium output and aggregate demand are determined in the following diagram. Identify the component of aggregate demand. Show the changes in the equilibrium when autonomous expenditure increases. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? തന്നിരിക്കുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആണ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടോട്ടൽ ഇൻകം. അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഇൻകം ഓഫ് ദ ഇക്കോണമി ആണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ചോദ്യം എന്താണ്? ഐഡന്റിഫൈ ദ കോമ്പണന്റ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഓക്കെ, അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ കോമ്പണൻസ് എഴുതാനാണ് പറയണേ. ഏതൊക്കെയാണ് അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ കോമ്പണൻസ്? അഗ്രിഗേറ്റ് കൺസംഷനും അഗ്രിഗേറ്റ് ഇൻവെസ്റ്റ്മെന്റും. അഗ്രിഗേറ്റ് കൺസംഷനും അഗ്രിഗേറ്റ് ഇൻവെസ്റ്റ്മെന്റും എന്താണ്? ഈ അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ കോമ്പണൻസ് ആണ്. അഗ്രിഗേറ്റ് കൺസംഷൻ ആൻഡ് അഗ്രിഗേറ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, then show the changes in the equilibrium when the autonomous expenditure increases. Autonomous expenditure കൂടിക്കഴിഞ്ഞാൽ ഇക്വിലിബ്രിയത്തിൽ എന്ത് മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. എന്ത് മാറ്റമാണ് ഉണ്ടാവുക നമുക്ക് നോക്കാം കേട്ടോ. ഒബ്വിയസ്ലി ഇതാണ് ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ലൈൻ അല്ലേ? ഇതാണ് ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ലൈൻ. അപ്പോൾ എക്സ്പെൻഡിച്ചർ കൂടി, എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ലൈൻ മുകളിലേക്ക് ഷിഫ്റ്റ് ആവും. എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ലൈൻ മുകളിലേക്ക് ഷിഫ്റ്റ് ആവും. അപ്പൊ ഇങ്ങനെ ഒരു ലൈൻ മുകളിലേക്ക് വരും. ഫൈൻ, ഇങ്ങനെ ഒരു ലൈൻ മുകളിലേക്ക് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എ ഡി എന്ന് പറയുന്നത് എ ബാർ പ്ലസ് സി വൈ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു അപ്വേർഡ് മൂവ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേ പേര് ഇവിടെ 2 എന്നിട്ട് എഴുതണം. ഇത് എ ഡി 1 ആണെങ്കിൽ മുകളിലുള്ളത് എന്താണ്? എ ഡി 2 ആണ്. ഇത് A1 ആണെങ്കിൽ ഇത് A2 ആണ് പ്ലസ് സി വൈ. ഓക്കെ, അപ്പൊ ഇത്രേ ഇവർ പറഞ്ഞിട്ടുള്ളൂ. എക്സ്പെൻഡിച്ചറിൽ മാറ്റം വന്നാൽ ഈ ലൈൻ മുകളിലേക്ക് ഷിഫ്റ്റ് ആയിട്ട് പോവും. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് തന്നെ മുകളിലും എഴുതി കൊടുക്കുക. ഫൈൻ, ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്നുള്ള പാർട്ടിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റ്. ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. സിമ്പിൾ ആണ് അല്ലേ? എന്തൊക്കെയാണ്? റീ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, റിസോഴ്സസ് എല്ലാം അലോക്കേറ്റ് ചെയ്യുക. റെഡ്യൂസിങ് ഇൻഇക്വാളിറ്റി ഇൻ ഇൻകം ആൻഡ് വെൽത്ത്, ഇക്കണോമിക് സ്റ്റെബിലിറ്റി, റെഡ്യൂസിങ് റീജിയണൽ ഡിസ്പാരിറ്റീസ്. 4 എണ്ണം തന്നിട്ടുണ്ട്. ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാലും കുറച്ച് ഇതിന്ന് ഒരു 2-3 പോയിന്റ്സ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ ആയില്ലേ? Then write down 2 examples for non-tax revenue. Non-tax revenueന്റെ 2 എക്സാമ്പിൾ എഴുതാനാണ് പറയുന്നത്. നമുക്കറിയാം ടാക്സ് റവന്യൂ ഉണ്ട്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. നോൺ ടാക്സ് റവന്യൂന്റെ എക്സാമ്പിൾ ആണ് ഫൈൻ, ഫീസ്, പെനാൽറ്റീസ് ഒക്കെ അല്ലേ? സോ നോൺ ടാക്സ് റവന്യൂന്റെ എക്സാമ്പിൾ ആണ് ഏത് വരുന്നത്? ഫൈൻസ്, ഫീസ് ആൻഡ് പെനാൽറ്റീസ്. ടാക്സ് റവന്യൂ ആണ്. ടാക്സ് റവന്യൂവിന് ഡയറക്റ്റ് ആയിട്ട് 2 ആയിട്ട് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഓക്കെ, ഇത് ടാക്സ് റവന്യൂ ആണ്. രണ്ടാമത്തെ പാർട്ടാണ് നോൺ ടാക്സ് റവന്യൂ. നോൺ ടാക്സ് റവന്യൂവിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഇത്. ഫൈൻസ്, ഫീസ് ആൻഡ് പെനാൽറ്റീസ്. ക്ലിയർ ആയില്ലേ? ഓക്കെ, ദെൻ draw marginal product curve and average product curve in a single diagram. Identify any 2 relationship between them. Okay, എന്താണ് ചോദ്യം? ആവറേജ് മാർജിനൽ പ്രൊഡക്റ്റ് കർവും ആവറേജ് കർവും കൂടെ ഒറ്റ ഡയഗ്രത്തിൽ വരയ്ക്കുക. അതിന് 2 മാർക്കാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇതാണ് നമ്മുടെ ആവറേജ് പ്രൊഡക്റ്റ് കർവ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും നമ്മുടെ മാർജിനൽ പ്രൊഡക്റ്റ് കർവ് അല്ലേ? ഇത് ആവറേജ് പ്രൊഡക്റ്റ് കർവ് ആണ്, ഇത് നമ്മുടെ മാർജിനൽ പ്രൊഡക്റ്റ് കർവ് ആണ്. ഐഡന്റിഫൈ എനി 2 റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. ഇവർ തമ്മിലുള്ള 2 റിലേഷൻഷിപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് റിലേഷൻഷിപ്പ്? ആവറേജ് പ്രൊഡക്റ്റ് ഇൻക്രീസ് ആവുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് എബവ് ദ, ഇത്ര വരണമെന്നില്ല, മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് എബവ് ദ MP അല്ലേ?
ആവറേജ് പ്രൊഡക്റ്റ് കൂടുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് AP-യുടെ മുകളിലാണ്. ആവറേജ് പ്രൊഡക്റ്റ് കുറയുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് എന്താണ്? AP-യുടെ താഴെയാണ്. അതാണ് എഴുതിയിരിക്കുന്നത്. ആസ് AP increases MP is greater than AP അല്ലേ? നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയാണ്. ഇതാണ് നമ്മുടെ ആവറേജ് പ്രൊഡക്റ്റ്, ഇതാണ് നമ്മുടെ മാർജിനൽ പ്രൊഡക്റ്റ്. അപ്പൊ ആവറേജ് പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? കൂടുന്നു അല്ലെങ്കിൽ മുകളിലാണ്. When AP reaches maximum, AP and NP will be equal. AP മാക്സിമത്തിലാവുമ്പോൾ ഇത് രണ്ടും കൂട്ടിമുട്ടുന്നു. പിന്നെ നമുക്ക് എന്ത് എഴുതാം? When AP is decreasing, MP is below the AP. ഈ 3 സ്റ്റേജസും പഠിച്ചു വെക്കുക കേട്ടോ. കംപ്ലീറ്റ് ദ ഷോർട്ട് റൺ കോസ്റ്റ് ടേബിൾ. ഷോർട്ട് റൺ കോസ്റ്റ് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടേബിൾ പോലെ തന്നെയാണ് നമുക്ക് ഈ ടേബിളും വന്നിരിക്കുന്നത്. ഇതിൽ എക്സ്ട്രാ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. എന്താണ്? TFCയും TVCയും ഉണ്ട്. ഈ TFCയും TVCയും ഉണ്ടെങ്കിൽ TC കാണാം അല്ലേ? TFC പ്ലസ് TVC ചെയ്ത് കഴിഞ്ഞാൽ TC കിട്ടും. അപ്പൊ ഇവിടെ എന്താണ്? 20 ആണ് വരുന്നത്. ഇവിടെ എന്താണ്? 20 വരും, ഇവിടെ 40 വരും അല്ലെ, ഇവിടെ 50 വരും. ഇത് രണ്ടും കൂട്ടിയാൽ മതി അല്ലേ? കൂട്ടിയാൽ മതി. SAC നമ്മൾ എങ്ങനെയൊക്കെയാണ്? ഈ TC ഡിവൈഡഡ് ബൈ Q ചെയ്താൽ മതി. ഈ TCയിൽ നിന്നും നമ്മൾ ഔട്ട്പുട്ട് മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 1 40, 50 ഡിവൈഡഡ് ബൈ 2 25, അങ്ങനെ ചെയ്യാം അല്ലേ? ഇനി SMC നമുക്ക് എങ്ങനെ കിട്ടും? താഴെന്ന് മുകളിലേക്ക് മൈനസ് ചെയ്യണം. അപ്പോൾ 40 മൈനസ് 20 എത്രയാണ്? 20. 50 മൈനസ് 40 എത്രയാണ്? 10. 54 മൈനസ് 50 എത്രയാണ്? 4. അപ്പൊ ഇങ്ങനെ വേണം ഇങ്ങനത്തെ ടേബിള് കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, then draw SAC and SMC curves in a single diagram. SAC കർവും SMC കർവും കൂടെ വരയ്ക്കാനാണ് പറയുന്നത്. സിമ്പിൾ അല്ലേ? എങ്ങനെയാണ് SAC കർവും SMC കർവും വരയ്ക്കുന്നത്? ഇങ്ങനെ താഴ്ന്ന് മുകളിലേക്കാണ് SAC കർവ് അല്ലേ? ഇതിന്റെ താഴ്ന്ന് മുകളിലേക്ക് പോവും SMC കർവ്. When SAC കർവ് എന്താണ്? കൂടുമ്പോൾ SMC കർവ് ഇങ്ങനെ കൂടുന്നുണ്ട്. SAC ഇതിങ്ങനെ മുകളിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? SMC കർവ് ഇതിന്റെ മുകളിലാണ്. അപ്പൊ നമ്മൾ അവിടെ മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും ചെയ്തില്ലേ? അതേപോലെ തന്നെ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഇക്വേഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ തന്നെ ആ പോയിന്റ് പോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇതും അതേപോലെ എഴുതി കൊടുക്കാം. ഫൈൻ. Distinguish between excess demand and excess supply. എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനാണ് പറയുന്നത്. സിമ്പിൾ ആണ് അല്ലേ? എന്താണ് എക്സസ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡിസയർ ടു ബൈ കൊമോഡിറ്റി ആണ് ഡിമാൻഡ്. അപ്പൊ എക്സസ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെൻ ദ ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ. സപ്ലൈനേക്കാൾ കൂടുതൽ ഡിമാൻഡ് ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? എക്സസ് ഡിമാൻഡ് വരും. ഇത് നമ്മുടെ സപ്ലൈ കർവും ഡിമാൻഡ് ലൈൻ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരും അല്ലേ? അപ്പൊ ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോസ് നമ്മുടെ പ്രൈസ് കൂടിയാൽ സപ്ലൈ കൂടും, പക്ഷെ ഡിമാൻഡ് അപ്പോഴും കുറവായിരിക്കും. അപ്പൊ ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സസ് സപ്ലൈ എന്ന് പറയുന്നത്. എക്സസ് ഡിമാൻഡും മുകളിലെ എക്സസ് സപ്ലൈയും ആണ്. അപ്പൊ എക്സസ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when the supply is greater than demand, that is called excess supply. When the demand is greater than supply, it is called excess demand. Clear ആയില്ലേ? ഈ കൺസെപ്റ്റ് ഗ്രാഫ് സഹിതം പഠിച്ചോളൂ കേട്ടോ. Then distinguish between price ceiling and price floor. Okay, price ceiling ഉം price floor ഉം another important part. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറില്ല. എന്താണ് പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പ്രൈസ്. എന്താണ്? ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന മാക്സിമം പ്രൈസിനെയാണ് നമ്മൾ പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത്. ഫൈൻ. അപ്പൊ ഈ മാക്സിമം പ്രൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇത് നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡും സപ്ലൈയും ഇങ്ങനെയാണെങ്കിൽ മാക്സിമം പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റ് ആണ് അല്ലേ? അപ്പർ ലിമിറ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഒബ്വിയസ്ലി എന്ത് വിചാരിക്കും? ഇതിന്റെ മുകളിലാണ് വരിക എന്നാണ്. അല്ല, ഇതിന്റെ താഴോട്ടാണ് നമ്മുടെ ലൈൻ പോകുന്നത്. ഇത് പ്രൈസ് ആണെങ്കിൽ
ഇത് പി സ്റ്റാർ. ഇതാണ് നമ്മുടെ പ്രൈസ് സീലിംഗ്. ഒരു പ്രൈസ് സീലിംഗ് വരുമ്പോൾ ഇക്കോണമിയിൽ എന്ത് സംഭവിക്കും? എക്സസ് ഡിമാൻഡ് ഉണ്ടാവും. എന്തിനാണ് ഗവൺമെന്റ് പ്രൈസ് സീലിംഗ് വെക്കുന്നത്? വീറ്റ്, കെറോസിൻ പോലുള്ള സാധനങ്ങൾ ലോ ഇൻകം ഗ്രൂപ്പ്സിന് അഫോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈസ് സീലിംഗ് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ് ആണ്, എക്സസ് ഡിമാൻഡ് ഉണ്ടാക്കും, ബിലോ ദ ഇക്വിലിബ്രിയം പ്രൈസ്. ഇതാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈസ് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, ലോവർ ലിമിറ്റ് ഓഫ് ദ പ്രൈസ് ആണ് അല്ലേ. ഒരു പ്രൈസ്, ഒരു കൊമോഡിറ്റിക്ക് ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്ന മിനിമം എമൗണ്ട് ആണ്. ഇത് എപ്പോഴും എന്തായിരിക്കും? ഇറ്റ് വിൽ ബി എബവ് ദ ഇക്വിലിബ്രിയം പ്രൈസ്. അതുകൊണ്ട് തന്നെ അത് എക്സസ് സപ്ലൈ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, എന്തായാലും പഠിച്ചോളൂ കേട്ടോ. ഇതില്ലാണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരാറില്ല. അപ്പം ഇതെന്തായാലും ഗ്രാഫിക്കലി തന്നെ വരയ്ക്കാൻ പഠിച്ചോളൂ. ഓക്കെ, differentiate the following with example: revenue receipts and capital receipt, revenue expenditure and capital expenditure. Okay, എന്താണ് റവന്യൂ റെസീപ്റ്റ്സ് ആൻഡ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. റവന്യൂ റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദ റെസീപ്റ്റ്സ് ദാറ്റ് നെയ്തർ ക്രിയേറ്റ് എനി ലയബിലിറ്റി നോർ റിഡക്ഷൻ ഇൻ ദ അസറ്റ് ഓഫ് ദ ഗവൺമെന്റ്. നമ്മുടെ ഗവൺമെന്റിന്റെ അസറ്റിൽ ഒരു റിഡക്ഷനും വരുത്താതെ, ഓക്കെ, ഒരു തരത്തിലുള്ള ലയബിലിറ്റീസും വരുത്തിയില്ലെങ്കിൽ അതിനെ നമ്മൾ റവന്യൂ റെസീപ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്താണ് ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗവൺമെന്റ് റെസീപ്റ്റ് ദാറ്റ് എയ്തർ ക്രിയേറ്റ്സ് ലയബിലിറ്റീസ് ഓർ റെഡ്യൂസ് അസറ്റ്. അസറ്റ് കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറയുന്നത്. റവന്യൂ റെസിപ്റ്റ് എന്താണ്? ഇത് ഒരു തരത്തിലുള്ള മാറ്റവും വരുത്തുന്നില്ല. പക്ഷെ ക്യാപിറ്റൽ റെസിപ്റ്റ് ഗവൺമെന്റിന്റെ ലയബിലിറ്റീസ് കൂട്ടി അസറ്റ് കുറയ്ക്കുന്നു. നമ്മൾ അപ്പോഴേ ഒരു വൺ വേർഡിൽ ഇത് പറഞ്ഞു അല്ലേ. എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ? അപ്പോൾ an expenditure that neither creates any asset no cost reduction in the liabilities known as revenue expenditure അല്ലേ. സ്മൂത്ത് ഫംഗ്ഷനിങ്, നമ്മുടെ ഇക്കോണമിയുടെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് ആവശ്യമായ എക്സ്പെൻഡിച്ചർ ആണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പൊ ഈ പാർട്ടും നന്നായി പഠിക്കുക. വാട്ട് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻക്രീസസ് ദ അസറ്റ് ഓഫ് ദ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ അസറ്റ് കൂട്ടുന്നതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇതിൽ എന്തൊക്കെ വരും? അക്വിസിഷൻ ഓഫ് ദ ലാൻഡ്, ബോണ്ട്, ഇതെല്ലാം എന്തിന്റെ എക്സാമ്പിൾ ആണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ എന്തായാലും ഈ പാർട്ട് നന്നായി പഠിച്ചോളൂ. ഐ എം ഷുവർ ദാറ്റ് ഈ ഭാഗത്ത് നിന്ന് എന്തായാലും ചോദ്യം ഉണ്ടാവും. ഓക്കെ, എസ് എ ആണെങ്കിൽ ആ രീതിയിൽ പഠിക്കുക. എന്തായാലും ഒരു 3-4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഇവിടുന്ന് പ്രതീക്ഷിക്കാം. What do you mean by exchange rate? Briefly explain flexible exchange rate and fixed exchange rate. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെല്ലാത്തിനും 2 മാർക്ക് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ വേണം ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ എക്സ്ചേഞ്ച് റേറ്റ്? ടീച്ചർ അപ്ലൈ പറഞ്ഞു. എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ വൺ കറൻസി ഇൻ ടേംസ് ഓഫ് അനദർ കറൻസി അല്ലേ. ഒരു കറൻസി ഇൻ ടേംസ് ഓഫ് അനദർ കറൻസിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്? Under a flexible exchange rate, the exchange rate are determined by the market. Market ആണ്, മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡും സപ്ലൈയും ആണ്. അപ്പൊ എന്താണ് ഒരു ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്? ആൻ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ദാറ്റ് ഈസ് കൺസിഡേർഡ് ബൈ ദ ഗവൺമെന്റ് അല്ലേ. ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും നന്നായി പഠിച്ചു വെച്ചോളാം. ഇത് രണ്ടും എന്തായാലും എന്താണ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫൈൻ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഗ്രാഫിക്കലി വരയ്ക്കാനും ചോദിക്കും. അപ്പോൾ ഫ്ലെക്സിബിളും ഫിക്സഡും ഗ്രാഫിക്കൽ പ്രസന്റേഷനും പഠിക്കണം കേട്ടോ. Explain the monetary policy tools of the RBI to control money supply in the Indian economy. Another essay question. That is monetary policy tools. RBI money supply നമ്മുടെ ഇക്കോണമിയിൽ ഉണ്ടാവുമ്പോൾ ഏതൊക്കെ മോണിറ്ററി പോളിസി ടൂൾസ് വെച്ചിട്ടാണ് RBI മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത്? ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് ബാങ്ക് റേറ്റ് അല്ലേ. ബാങ്ക് റേറ്റ് പോളിസി യൂസ് ചെയ്തിട്ട് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ദ അസറ്റ് അല്ലേ. അസറ്റ് സെയിൽ ആൻഡ് പർച്ചേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ദെൻ വേരിയിങ് റിസർവ് റേഷ്യോ, SLR, CRR അല്ലെ, ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യാം? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കുക. ദിസ് ഈസ് ആൻ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ഓൾസോ ആൻ essay ക്വസ്റ്റ്യൻ കേട്ടോ. ഇതെന്തായാലും essayക്ക് ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതെന്തായാലും പഠിച്ചോളാം. ദെൻ
Compare open economy and closed economy. Explain the three ways in which an economy interact with the rest of the world. What is an open economy? എന്താണ് ഒരു open economy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? An economy that have relation with the rest of the world, അല്ലേ? ഒരു നേഷന് വേറെ രാജ്യങ്ങളുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഓപ്പൺ ഇക്കോണമി എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പൺ ഇക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്പൺ ഇക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നേഷൻസുമായിട്ട് ഹാവ് കണക്ഷൻസ് വിത്ത് അനദർ നേഷൻ. ഓക്കെ, ട്രേഡ് റിലേഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒരു ക്ലോസ്ഡ് ഇക്കോണമി ആണെങ്കിലോ നോ ട്രേഡ് റിലേഷൻ, ഒരു രീതിയിലുള്ള ട്രേഡ് റിലേഷൻ ഉണ്ടാവില്ല വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. അപ്പൊ ആ കമ്പാരിസൺ പഠിച്ചു. Then explain the three ways in which an economy interact with the rest of the world. ഏതൊക്കെ മൂന്ന് രീതിയിലൂടെയാണ് ഒരു ഇക്കോണമിക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നാണ്. ഒന്ന് ഔട്ട്പുട്ട് മാർക്കറ്റിലൂടെ. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ മൂന്നെണ്ണവും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഔട്ട്പുട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗുഡ്സ് ആൻഡ് സർവീസസ് ക്യാൻ ബി എക്സ്ചേഞ്ച്ഡ് ഫോർ ഈച്ച് അതർ. അതാണ് ഒരു ഔട്ട്പുട്ട് മാർക്കറ്റ്. എന്താണ് ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ്? വി ക്യാൻ ബൈ ആൻഡ് ബോട്ട് ഫിനാൻഷ്യൽ അസറ്റ്സ്. ഓക്കെ, ഫിനാൻഷ്യൽ അസറ്റുകൾ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റണേനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു ലേബർ മാർക്കറ്റ്? എക്സ്ചേഞ്ച് ഓഫ് ലേബർ ഓർ ദ ഫ്രീ മൂവ്മെന്റ് ഓഫ് ലേബേഴ്സ്. ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? അതിനെയാണ് നമ്മൾ ലേബർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് മാർക്കറ്റ് വരുന്നുണ്ട്, ഫിനാൻഷ്യൽ മാർക്കറ്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ലേബർ മാർക്കറ്റും വരുന്നുണ്ട്. അപ്പൊ ഈ മൂന്ന് മാർക്കറ്റും നന്നായി പഠിച്ചോളാം. ഇതും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ഒബ്സർവ് ദ ഫോളോയിങ് ഡയഗ്രാം. താഴെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട് അല്ലേ? എന്താണ് ഇവർ പറയുന്നത്? ഡ്രോ ദ ചേഞ്ചസ് ഇൻ ദ ബഡ്ജറ്റ് ലൈൻ വെൻ ദ ഇൻകം ഇൻക്രീസസ് ഫ്രം 50 to 70. പ്രൈസ് ഓഫ് X1 ഡിക്രീസ്ഡ് ഫ്രം 10 to 5. രണ്ട് സിറ്റുവേഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ സിറ്റുവേഷൻ എന്താണ്? ഇൻകം ഇൻക്രീസ്ഡ് ഫ്രം 50 to 70. 50-ൽ നിന്നും 70 ആയിട്ട് ഇൻകം കൂടിയാൽ നമ്മുടെ ഗ്രാഫിൽ എന്ത് മാറ്റം വരും എന്നാണ് ചോദ്യം. എന്ത് മാറ്റം വരും? ഇത് നമുക്ക് 5-5-ലാണ് കിടക്കണത് അല്ലേ? അപ്പൊ 50-ൽ നിന്നും 70 ആയാൽ എന്ത് സംഭവിക്കും? ഇവിടെ 6 വരും, ഇവിടെ 7 വരും, ഇവിടെയും 6 വരും, ഇവിടെ 7 വരും. അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും. ഓക്കെ, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാറും. എന്നിട്ട് എങ്ങനെ നമ്മൾ എഴുതണം? 10x1 പ്ലസ് 10x2 എന്ന് പറയുന്നത് എത്രയാണ്? 70 ആണ്. ഓക്കെ, അങ്ങനെയാണ്. അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങളും വരാം. ആദ്യം നമുക്ക് 10x1 10x2 എന്നുള്ളത് നമ്മൾ 50 ആയിട്ടാണ് കണക്കാക്കിയത്. ഇങ്ങോട്ട് വന്നപ്പോൾ 10x1 പ്ലസ് 10x2 നമ്മൾ 70 ആയിട്ട് എഴുതി. നമ്മുടെ ക്വസ്റ്റ്യൻ അതാണ് തന്നത്. രണ്ടാമത്തെ ചോദ്യം എന്താ? പ്രൈസ് ഓഫ് ദ X1 ഡിക്രീസ്ഡ് ഫ്രം 10 to 5. ഓക്കെ, 10-ൽ നിന്നും 5-ലേക്ക് പ്രൈസ് മാറിയപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ എന്താണ്? X1-ന്റെ പ്രൈസ് ആണ് കുറഞ്ഞത്. അപ്പോൾ X1-ന്റെ പ്രൈസ് ആണ് കുറയുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതി? 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇവിടെ നമ്മൾ അതേപോലെ 1 2 3 4 5. ഇത് X2 ആണ്, ഇത് X1 ആണ്. 10-ൽ നിന്നും 5 ആയിട്ട് പ്രൈസ് കുറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പ്രൈസ് എപ്പോഴും 5 തന്നെയാണ്. അപ്പൊ നമ്മളിവിടെ 5 കണക്ട് ചെയ്തു. എന്തിൽ നിന്നാണ് പ്രൈസ് കുറഞ്ഞത്? 10-ൽ നിന്നാണ് അല്ലേ? അപ്പൊ ഈ X2-ന്റെ പ്രൈസിൽ മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് ഇങ്ങോട്ടൊരു ലൈൻ പോയി. ഓക്കെ, അപ്പോൾ 10-ൽ നിന്നും 5-ലേക്ക് X1-ന്റെ പ്രൈസ് കുറഞ്ഞു, പക്ഷെ X2-ന്റെ പ്രൈസ് കുറഞ്ഞില്ല. ഓക്കെ, അപ്പം മൊത്തത്തിലുള്ള ഷിഫ്റ്റിന് നമ്മൾ എന്ത് ചെയ്തു? മുകളിലേക്ക് വരച്ചു. X1-ൽ മാത്രം മാറ്റം വന്നപ്പോൾ നമ്മളത് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വരച്ചു. X2-ൽ മാറ്റം വന്നിട്ടില്ല. അപ്പം അതും ക്ലിയർ ആയിട്ട് നോക്കുക കേട്ടോ. ഡ്രോ എ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ 2-sector മോഡൽ. 2-sector മോഡലിലെ സർക്കുലർ ഫ്ലോ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ അല്ലേ? നമുക്കറിയാം 2-sector മോഡലിൽ ആരൊക്കെയുണ്ട്? ഫേം ഉണ്ട്, അതേപോലെ ഹൗസ് ഹോൾഡ് ഉണ്ട് അല്ലേ? ഫേമും ഹൗസ് ഹോൾഡും. ഫേം ഇവർക്ക് എന്ത് കൊടുക്കും?
ഫോം വിൽ ഗീവ് പേയ്മെന്റ് കൊടുക്കും. അപ്പൊ ഇവർ ഇവിടേക്ക് എന്ത് കൊടുക്കും? ഗുഡ്സ് ആൻഡ് സർവീസസ് കൊടുക്കും അല്ലെ. അപ്പൊ ഇവർ ഇങ്ങോട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് കൊടുക്കും. അപ്പൊ ഫോം അതിന് എന്ത് ചെയ്യും? സ്പെൻഡ് ചെയ്യും. ഫോം വിൽ സ്പെൻഡ് സം എമൗണ്ട് ടു ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, ദെൻ ഫോം ഇവർക്ക് എന്ത് കൊടുക്കും? ഫാക്ടർ പേയ്മെന്റ് കൊടുക്കും. ഫോം ഇവർക്ക് എന്ത് കൊടുക്കും? ഫാക്ടർ പേയ്മെന്റ് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഫോം പേയ്മെന്റ് കൊടുക്കുന്നത്? ഇങ്ങോട്ട് മാറ്റം വരും. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ ഫാക്ടർ സർവീസസ് അല്ലേ. ഹൗസ് ഹോൾഡ് കയ്യിലുള്ള കാശ് കൊടുത്ത് ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങും. അതേപോലെ ഹൗസ് ഹോൾഡ് സർവീസ് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ആ സർവീസിന് ഫേം എന്ത് ചെയ്യും? ഫാക്ടർ പേയ്മെന്റ് ഇങ്ങോട്ട് കൊടുക്കും. സോ ദിസ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഓക്കെ, നമ്മുടെ 2 സെക്ടർ മോഡൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതും നന്നായിട്ട് പഠിച്ചു വെച്ചോളാം കേട്ടോ. What are the features of an indifference curve? Explain the optimal choice of the consumer. Okay, എന്താണ് ഒരു indifference curve? Indifference curve shows the combination of two goods which gives equal level of satisfaction. ഇതാണ് indifference curve എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. indifference curveന്റെ features എന്തൊക്കെയാണ്? indifference curve are downward from left to right ആണ് അല്ലേ. പിന്നെ ഇതിൽ എന്തൊക്കെ പറയാം? ഇറ്റ് വിൽ നോട്ട് ഇന്റർസെക്ട്. ഇത് ഒരിക്കലും ഇന്റർസെക്ട് ആവുന്നില്ല. പിന്നെ നമുക്ക് എന്തൊക്കെ പറയാം? ദേ ആർ കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്. ഹയർ ദ ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. എ ഫാമിലി ഓഫ് ഇൻഡിഫറൻസ് കർവ് ഈസ് കോൾഡ് ഇൻഡിഫറൻസ് മാപ്പ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സും പഠിച്ചോളാം. പിന്നെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഇൻഡിഫറൻസ് കർവ് ക്യാൻ നെയ്തർ ടച്ച് നോർ ഇന്റർസെക്ട് അല്ലെ. ഇവർ തമ്മിൽ ഇന്റർസെക്ട് ചെയ്ത് പോകുന്നില്ല, ഒരിക്കലും കൂട്ടിമുട്ടില്ല. പിന്നെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? എക്സ്പ്ലെയിൻ ദ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ. ഒരു കൺസ്യൂമറുടെ ഒപ്റ്റിമൽ ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇക്വിലിബ്രിയം പൊസിഷനെയാണ് പറയണേ അല്ലേ. എപ്പോഴാണ് ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തുക? ദാറ്റ് ഈസ് ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും ഈക്വൽ ആവുമ്പോഴാണ് അല്ലേ. ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും ഈക്വൽ ആവുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ഒരു ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ വരുന്നത്. എന്താണ് എഴുതിയിരിക്കണേ? ഇറ്റ് ഈസ് ദ പോയിന്റ് വേർ ദ കൺസ്യൂമർ ക്യാൻ എൻജോയ് ദ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ വിത്ത് ഹിസ് ഇൻകം. ഫൈൻ. ഇൻ അതർ വേർഡ്, ഇറ്റ് ഈസ് എ പോയിന്റ് വേർ ബഡ്ജറ്റ് ലൈൻ ഈസ് ടാൻജന്റ് ടു ദ ബഡ്ജറ്റ് ലൈൻ. സോറി, ഇൻഡിഫറൻസ് കർവ് ആണ് ഇവിടെ. ഇൻഡിഫറൻസ് കർവ് ഈസ് ടാൻജന്റ് ടു ദ ബഡ്ജറ്റ് ലൈൻ. At this point, marginal rate of substitution equal to slope of the budget line. അപ്പോൾ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കണ്ടോ? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? ഇത് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ആണ്, ഇത് നമ്മുടെ ഇൻഡിഫറൻസ് കർവ് ആണ്. അപ്പോൾ ഈ ഇന്റർസെക്ഷൻ പോയിന്റ് ആണ് നമ്മുടെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ. ദിസ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഇതും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ചോദിച്ചിട്ടുണ്ട്. 2 രീതിയിലാണ് ചോദിച്ചിരിക്കണേ. ഒന്നല്ലെങ്കിൽ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്നുള്ള പോയിന്റ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ ആയിട്ട് ചോദിക്കാം. അപ്പൊ ഇതിൽ രണ്ടിലും ഏതാണെങ്കിലും ആൻസർ വിൽ ബി ദ സെയിം ട്ടോ. Then identify 3 methods for measuring national income. Explain any 2 methods for measuring national income. നമ്മുടെ നാഷണൽ ഇൻകം മെഷർ ചെയ്യാൻ നമുക്ക് 3 മെത്തേഡുകൾ ഉണ്ട്. അതിൽ ഏതെങ്കിലും 2 മെത്തേഡാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് നമ്മുടെ 3 മെത്തേഡ്? ദാറ്റ് ഈസ് വാല്യൂ ആഡഡ് മെത്തേഡ് അല്ലേ. വാല്യൂ ആഡഡ് മെത്തേഡ് ഉണ്ട്, പ്രൊഡക്റ്റ് മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ്, ഇൻകം മെത്തേഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഏതൊക്കെ മെത്തേഡാണ്? വാല്യൂ ആഡഡ് മെത്തേഡ് ഉണ്ട്, ഓർ പ്രൊഡക്റ്റ് മെത്തേഡ്, ദെൻ ഇൻകം മെത്തേഡ്, ദെൻ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഈ 3 മെത്തേഡുകളാണ് ഉള്ളത്. ഈ 3 മെത്തേഡിൽ ഏതെങ്കിലും 2 മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ഷുവർ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ആദ്യം എന്താണ് നാഷണൽ ഇൻകം എന്ന് എഴുതുക. എന്താണ് നാഷണൽ ഇൻകം? Total value of all goods and services produced in an economy at a particular period, especially for 1 year. ഇതാണ് നാഷണൽ ഇൻകം. ആ ഡെഫിനിഷൻ എഴുതി. ഈ 3 മെത്തേഡുകളെ ഹെഡിങ് കൊടുക്കുക. എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഏതെങ്കിലും 2 മെത്തേഡാണ് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്ന ഏതെങ്കിലും 2 മെത്തേഡിന്റെ തിയററ്റിക്കൽ വേർഷൻ എഴുതിയാൽ മതി. അധികമായിട്ട് നിങ്ങൾ ഇക്വേഷൻ എഴുതിയിട്ട്
നിങ്ങളുടെ ആൻസറിനെ എന്ത് ചെയ്യണ്ട, കൺഫ്യൂസ്ഡ് ആക്കണ്ട. ഇപ്പൊ ഇൻകം മെത്തേഡ് ആണെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഈസ് ബൈ ദ ഇൻകം ഓഫ് ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെ, വേജ്, റെന്റ്, അതൊക്കെയാണ് നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ റെന്യൂമറേഷൻ. എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ എല്ലാ എക്സ്പെൻഡിച്ചറും കൂട്ടണം എന്നാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്ത് എഴുതിയാൽ മതി, അതിന്റെ തിയററ്റിക്കൽ വേർഷൻ എഴുതിയാൽ മതിയാവും. ഒരുപാട് അതിന്റെ ഇക്വേഷൻ ഫോം എഴുതണ്ട, അത് തെറ്റിപ്പോവും. ഓക്കെ, അപ്പൊ ഈ 3 എണ്ണം കറക്റ്റ് ആയിട്ട് പഠിച്ചോളൂ. അതിൽ ഏതെങ്കിലും 2 എണ്ണം ആണ് ചോദിച്ചെങ്കിൽ 2 എണ്ണം എഴുതാം. ചിലപ്പോൾ 3 മെത്തേഡും ചോദിച്ചാൽ അതൊരു എസ്സേ രൂപത്തിൽ എഴുതാം. ഫൈൻ. ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. ഇവിടെ മിസ് ഒരു ക്വസ്റ്റ്യൻ വെറുതെ ഇട്ടുന്നേ ഉള്ളൂ. സെയിം ആസ് ഏതാണ്, നമ്മുടെ ഇതാണ് അല്ലെ, ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമറും അതേപോലെ തന്നെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഒരു ആൻസർ ആണ്. അതറിയാൻ വേണ്ടി ക്വസ്റ്റ്യൻ ഇട്ടുന്നേ ഉള്ളൂ. ഇത് ഞാൻ പഠിച്ചിട്ടില്ല, അയ്യോ ഞാൻ പഠിച്ചിട്ടില്ല എന്ന് വിചാരിക്കേണ്ട. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. അല്ലെങ്കിൽ ഏത് രീതിയിൽ ചോദിക്കാം, ഒപ്റ്റിമൽ ചോയ്സ്. അപ്പൊ ഇത് ഏത് രീതിയിൽ ചോദിച്ചാലും നമ്മുടെ ആൻസർ എന്താണ്, 3 ഇൻഡിഫറൻസ് കർവ് നമ്മൾ ജസ്റ്റ് വരച്ചു. ഏതെങ്കിലും ഒരു ബഡ്ജറ്റ് ലൈൻ നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുത്തു അല്ലേ. ബഡ്ജറ്റ് ലൈൻ ടാൻജന്റ് ആയിട്ട് വരയ്ക്കണം. ഇപ്പൊ ടീച്ചർ വരച്ചപ്പോൾ ടാൻജന്റ് ആയിട്ടില്ല. എന്നിട്ട് ഈ പോയിന്റ് എ എന്നുള്ളതാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ആവുന്ന പോയിന്റ്. ഫൈൻ. അപ്പൊ അതും പഠിച്ചോളാം. വാട്ട് ആർ ദ ഫീച്ചർ ഓഫ് എ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്? എന്തൊക്കെയാണ് ടീച്ചർ ഇത്ര നേരം പറഞ്ഞു അല്ലേ. ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ദർ ആർ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്, ഹോമോജീനിയസ് പ്രൊഡക്ട്സ്, അങ്ങനെ ഒരു 5-6 എണ്ണം ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും 3-4 എണ്ണം എഴുതാം. പിന്നെ എന്താണ് ചോദിച്ചിരിക്കണേ, ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ദ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഫേം ഇൻ ദ ഷോർട്ട് റൺ. ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രോഫിറ്റ് എങ്ങനെയാണ് നമ്മൾ ഡയഗ്രമാറ്റിക്കലി ഇത് വരയ്ക്കുക? നമുക്കറിയാം P = AR = MR എന്നുള്ള ലൈൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അല്ലേ, ഇങ്ങനെ പോവും. നമ്മുടെ SMC ഇങ്ങനെ പോവും. അതേപോലെ തന്നെ SAC ഇങ്ങനെ പോവും അല്ലേ. ഇങ്ങനെ SACയും ഇങ്ങനെ പോവും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വേരിയബിൾ കോസ്റ്റ് കർവ് പോവും. ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഈ ഭാഗം തൊട്ടട്ടേ ഇല്ലാത്തവർക്ക് ഒന്നും മനസ്സിലാവില്ല. ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യമില്ല. ഇഷ്ടം പോലെ സമയം, നമുക്ക് ഇന്നും നാളെയും സമയമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗ്രാഫ് പഠിക്കാം. ഇതെന്തായാലും പഠിച്ചോളൂ, സ്കിപ്പ് ചെയ്യണ്ട. കാരണം എന്താണ്, ഇതെന്തായാലും ചോദിക്കും. ഈ പോർഷൻ, ഈ ഷെയ്ഡഡ് പോർഷൻ ആണ് ഇതിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ ലൈൻസ് ഒക്കെ എങ്ങനെയാ വരണേന്ന് ടീച്ചർക്ക് പറഞ്ഞു തരുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ എന്താണ് സംഭവം, നമുക്ക് ടൈമില്ല, നിങ്ങൾക്കും ടൈമില്ല അല്ലെ. അതുകൊണ്ടാണ് നിങ്ങളുടെ കുറച്ച് സമയം കൊണ്ട് എത്ര പ്രൊഡക്റ്റീവ് ആക്കാം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ടീച്ചർ സ്പീഡാക്കി പോകുന്നത്. അപ്പോൾ ഈ പാർട്ട് എന്തായാലും പഠിക്കണം. ഫൈൻ, എന്തായാലും പഠിച്ചോളൂ ഈ ഗ്രാഫ് ട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ കാര്യങ്ങൾ. Then fill the component of the government budget. Another important part ആണ് ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ കോമ്പണൻസ് എഴുതാനാണ് പറയുന്നത്. എന്താണ് ഗവൺമെന്റ് ബഡ്ജറ്റിന്? ഗവൺമെന്റ് ബഡ്ജറ്റിന് 2 ബ്രാഞ്ചസ് ഉണ്ട്. ഏതൊക്കെ ബ്രാഞ്ചസ് ആണ്? ക്യാപിറ്റൽ ബഡ്ജറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പുറത്ത് ആരായിരിക്കും? റവന്യൂ ആയിരിക്കും അല്ലേ. ഇവിടെ ആരാണ്? റവന്യൂ ആണ്. ഇവിടെ ക്യാപിറ്റൽ ആണ്. റവന്യൂ ബഡ്ജറ്റിനെ തന്നെ 2 ആയിട്ട് എന്തൊക്കെയാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? റവന്യൂ റെസീപ്റ്റ് എന്നും റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും അല്ലെ. ഇവിടെ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ഇവിടെ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ഇവിടെ റവന്യൂ എന്നുണ്ട്. അപ്പൊ ഒബ്വിയസ്ലി ഇവിടെ എന്തായിരിക്കും? റവന്യൂ എന്നായിരിക്കും. ക്ലിയർ അല്ലേ? ഇവിടെ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ഇവിടെ അപ്പൊ എന്തായിരിക്കും? റവന്യൂ റെസീപ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ എന്താണ്? റവന്യൂ റെസീപ്റ്റ് ആണ്. റവന്യൂ റെസീപ്റ്റിൽ ഇവിടെ ടാക്സ് റവന്യൂ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരാണ്? ഡി ആരാണ്? നോൺ ടാക്സ് റവന്യൂ ആണ് അല്ലെ. ഡി ആരാണ്? നോൺ ടാക്സ് റവന്യൂ ആണ്. അപ്പൊ ആ ഒരു ഭാഗം കഴിഞ്ഞു. പിന്നെന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. റവന്യൂ എക്സ്പെൻഡിച്ചറിൽ ഇവിടെ നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആരായിരിക്കും? പ്ലാൻ ആണ് അല്ലെ. ഇവിടെ നോൺ പ്ലാൻ ആണെങ്കിൽ ഇവിടെ ഇതിന്റെ ഇപ്പുറത്ത് പ്ലാൻ ആയിരിക്കും. ഈ പ്ലാൻ എക്സ്പെൻഡിച്ചറും നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറും തന്നെയാണ് ഇവിടെയും വരുന്നത് അല്ലെ. എഫും ജിയിലും അത് തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ എന്താണ്? ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. ഇത് ക്യാപിറ്റൽ റെസീപ്റ്റ് ആണെങ്കിൽ ഇവിടെ ആരാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഇവിടെ ആരാണ് വരുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, നമ്മൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഗവൺമെന്റ് ബഡ്ജറ്റിനെ നമ്മൾ 2 ആക്കി ക്ലാസിഫൈ ചെയ്യുന്നു. റവന്യൂ ബഡ്ജറ്റും
ക്യാപിറ്റൽ ബഡ്ജറ്റും. ഈ റവന്യൂ ബഡ്ജറ്റിന് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, റവന്യൂ റെസീപ്റ്റ്സും റവന്യൂ എക്സ്പെൻഡിച്ചറും. റവന്യൂ റെസീപ്റ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് കാശ് കിട്ടണതാണ്. ഏതൊക്കെ രീതിയിൽ കിട്ടാം? ടാക്സ് റവന്യൂയിലൂടെയും കിട്ടാം, നോൺ ടാക്സ് റവന്യൂയിലൂടെയും കിട്ടാം. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെലവാണ്. എങ്ങനെയൊക്കെ ചെലവ് നടത്താം? പ്ലാൻ എക്സ്പെൻഡിച്ചറും നടത്താം, നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറും നടത്താം. ഇപ്പുറത്ത് വരുമ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റ് ആണ് അല്ലേ? ക്യാപിറ്റൽ ബഡ്ജറ്റിൽ ക്യാപിറ്റൽ റെസീപ്റ്റും ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട്. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ താഴെ വരുന്ന 2 പേര് ഏതൊക്കെയാണ്? ഈ പറഞ്ഞ പോലെ തന്നെ പ്ലാൻ എക്സ്പെൻഡിച്ചർ ആണ് അല്ലേ? ഇതും എന്താണ്? ഇതും പ്ലാൻ എക്സ്പെൻഡിച്ചർ ആണ്. ഇവിടെ എന്താണ്? നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ ആണ്. ഈ നമ്മുടെ ഡയഗ്രാം നന്നായി പഠിച്ചോളൂ. ഓക്കെ, ഇത് എന്തായാലും ഫില്ല് ചെയ്യാനായിട്ട് ചോദിക്കും. ഒരു 4 മാർക്സിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഫില്ല് ചെയ്യാം. ഇതിപ്പോൾ എത്ര മാർക്കിനാണ് ചോദിച്ചേ? 1 2 3 4 5 6 6 മാർക്കിന്റെ ചോദ്യമായിരുന്നു അല്ലെ? സിമ്പിളായിട്ട് നമുക്ക് 1 മിനിറ്റ് മതി ഇത് ആൻസർ ചെയ്യാനായിട്ട്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഫൈൻ. അപ്പം നമ്മൾ ഇന്ന് ഒരു 75 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മേജർ എല്ലാ പാർട്ടുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് നാളെയും എന്തുണ്ട്? നമുക്ക് നാളെ 5 മണിക്കാണ് കേട്ടോ. നമ്മൾ 4 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. നാളെ നമുക്ക് 5 മണിക്ക് ഇത്ര ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കാത്ത ഏതെങ്കിലും ടോപ്പിക്ക് ടീച്ചർ ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഡിഫിക്കൽട്ട് ആണെങ്കിൽ സ്കിപ്പ് ഇറ്റ്. പക്ഷെ നിങ്ങൾക്ക് അത് നോക്കാൻ ടൈം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് അതൊന്ന് ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെ ഇന്ന് ബാക്കി ഇരുന്ന് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.